എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സ്പെഷ്യൽ എൻകൗണ്ടർ ആരംഭിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയങ്ങളുടെ ചർച്ചയ്ക്ക് ചൂടാറും മുമ്പേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേരളം. സ്ഥാനാർത്ഥി നിർണയം പതിവിലും നേരത്തെയാക്കി കളം നിറയാൻ മുന്നണികൾ തയ്യാറെടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്കായി കോൺഗ്രസ് സംഘടിപ്പിച്ച നേതൃ ക്യാമ്പ് ഇന്നാണ് വയനാട്ടിൽ അവസാനിച്ചത്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഈ മാസം 15-ാം തീയതി തിരുവനന്തപുരത്ത് ചേരും. BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് അന്തിമ രൂപം നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ മാസം 11-ാം തീയതി തിരുവനന്തപുരത്തെത്തും. അപ്രതീക്ഷിതമായ രാഷ്ട്രീയ നീക്കങ്ങളുടെയും തിളച്ചുമറിയുന്ന പ്രചാരണ വിഷയങ്ങളുടെയും ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിലും നിർണായകമാകും. കോൺഗ്രസിന്റെ തിരിച്ചുവരവിനും ഇടതുമുന്നണിയുടെ നിലനിൽപ്പിനും BJPയുടെ ദക്ഷിണേന്ത്യൻ മോഹങ്ങൾക്കും കേരളം ഉത്തരം നൽകും. സ്പെഷ്യൽ എൻകൗണ്ടറിൽ ഇന്ന് അതിഥികളായി പങ്കെടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്, BJPയുടെ മുതിർന്ന നേതാവും മുൻ ഗോവ ഗവർണറുമായ PS ശ്രീധരൻപിള്ള, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ MLA-യുമായ അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവരാണ്. നിങ്ങളേവർക്കും സ്വാഗതം. ശ്രീ MB രാജേഷ്, കേരളത്തിലിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. ഒരു വലിയ ദിവസങ്ങൾ ബാക്കി വന്നിട്ടില്ല. ഈ വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ കാഹളം കേരളത്തിലുടനീളം അനുഭവപ്പെട്ടു തുടങ്ങി. ഇത് പ്രധാനമായും വോട്ടർമാർ നേരിട്ട് പങ്കെടുത്തിട്ടല്ല. തീർച്ചയായിട്ടും മുന്നണികൾ കൂടുതൽ താല്പര്യങ്ങളെടുത്ത് അവർ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാഹളം കേരളത്തിൽ അനുഭവപ്പെടുന്നത്. ഇന്ന് കോൺഗ്രസിൻ്റെ നീക്കം സുൽത്താൻ ബത്തേരിയിൽ നടന്നു. അവർ ഒരുപക്ഷെ UDF-ൻ്റെ എങ്ങനെയായിരിക്കും പുതിയ നീക്കം എന്നുള്ള തീരുമാനങ്ങളൊക്കെ വന്നു. അതുകൂടി ആയപ്പോൾ എന്തോ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസം നടക്കാൻ പോകുന്നു എന്ന രീതിയിലൊരു ഫീലിംഗ് ആണ് ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്നത്. ശ്രീ MB രാജേഷ്, LDF ഈ മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിൽ എവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ? അതിനു മുമ്പ് ശ്രീ SKN, ഞാൻ അങ്ങയെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയൊരു സ്പെഷ്യൽ ഷോ ആരംഭിച്ചതിന്. ശ്രീനാരായണ ഗുരുവാണ് പറഞ്ഞത്, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും എന്ന്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ടെലിവിഷൻ ചർച്ചകളെല്ലാം വാദിക്കാനും ജയിക്കാനും, അതും വസ്തുതകൾ കൊണ്ടെന്നതിനേക്കാൾ ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് വാദിക്കാനും ജയിക്കാനും ഉള്ള പോർവിളിയുടെ ഇടങ്ങളായിട്ട് മാറുമ്പോൾ വസ്തുതകൾ അറിയാനും ജനങ്ങളെ അറിയിക്കാനും ഉതകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഷോ ആരംഭിച്ചത് നമ്മുടെ ടെലിവിഷൻ സംവാദത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടിയാണ് ഇതിൽ വരാം എന്ന് സമ്മതിച്ചത്. തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളെ കുറിച്ച് അങ്ങ് ചോദിച്ചു. സ്വാഭാവികമാണല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങളേ ഉള്ളൂ എന്നതുകൊണ്ട് എല്ലാവരും തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക എന്നത് സ്വാഭാവികമാണ്. LDF-ഉം അതിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയമായും സംഘടനാപരമായും LDF-നെ മുഴുവൻ സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ LDF-ൻ്റെ പ്രചരണ ജാഥകൾ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് പ്രവർത്തനങ്ങൾ, സംഘടനാ മുന്നൊരുക്കങ്ങൾ, അതിൻ്റെ ഹോംവർക്ക് അത് ഭംഗിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ കാലത്തും LDF തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിൽ, പ്രത്യേകിച്ച് സംഘടനാപരമായിട്ടുള്ള തയ്യാറെടുപ്പുകളിൽ മുന്നിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നന്നായിട്ട് നടന്നു വരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ LDF ഗവൺമെൻറ് സൃഷ്ടിച്ച വിസ്മയകരമായിട്ടുള്ള മാറ്റം, വികസനത്തിൻ്റെ, പുരോഗതിയുടെ, ക്ഷേമ പ്രവർത്തനങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുകയും നടപ്പാക്കുകയും ചെയ്ത ബദൽ നയങ്ങളുണ്ട്. ആ ബദൽ നയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച, നിലവിൽ തന്നെ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചർച്ച ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ചർച്ച ചെയ്യുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്വമായിട്ട് ഞങ്ങൾ കാണുന്നത്. ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ്റും മറ്റെല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും പിന്തുടരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ നയമാണ് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബദൽ നയം സാധ്യമാണ് എന്ന് ഇന്ത്യക്ക് തന്നെ കാണിച്ചു കൊടുക്കുകയും ആ ബദൽ നയം പ്രായോഗികമായിട്ട് നടപ്പാക്കാവുന്നതാണ് എന്ന് തെളിയിപ്പിക്കുകയും ചെയ്ത, അസൂയാർഹമായ നിലയിൽ തെളിയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിനി PS ശ്രീധരൻപിള്ളയിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും
BJP ഒരു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന BJPയും തയ്യാറെടുപ്പുകളുടെ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയായില്ലെങ്കിൽ പോലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ പ്രതീക്ഷ എന്താണ് കേരളത്തിൽ? ഞാൻ നേരത്തെ രാജേഷ് പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന് എൻ്റെ പ്രിയ സുഹൃത്തായ താങ്കൾ ഇറങ്ങിപ്പുറപ്പെട്ട് നന്നായി. ഞാൻ താങ്കളെ ഹാർദമായി അനുമോദിക്കുന്നു. താങ്ക് യു. കേരളം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഒരു വസ്തുനിഷ്ഠമായ വിശകലനം നടത്തിയാൽ കഴിഞ്ഞ 56 മുതലുള്ള ഓരോ മേഖലകളായി എടുത്ത് ചർച്ച ചെയ്താൽ തീർച്ചയായും കാർഷിക മേഖല, സുഗന്ധ വ്യഞ്ജനങ്ങളുടേതായിട്ടുള്ള കയറ്റുമതിയുടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യം, ഒരു സംസ്ഥാനം, അതുപോലെ ഇൻഡസ്ട്രിയുടെ മേഖലകൾ, ഇതെല്ലാം നോക്കിയാൽ ആ നിലക്കുള്ള വികസനത്തിൽ പിന്നോട്ട് പോയ അവസ്ഥയാണ്. ഞാൻ എൻ്റെ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല. അത് ഏതെങ്കിലും പ്രത്യേക സർക്കാരിനെ ഞാൻ അതിൻ്റെ പേരൊന്നും കുറ്റപ്പെടുത്താനും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ കാർഷിക മേഖല, ഇപ്പം നെൽകൃഷിയുടെ കാര്യത്തിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു നോക്കിയാൽ നമ്മൾ പിന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ജി, അദ്ദേഹം വികസനം എന്നുള്ള അജണ്ടയിൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് മുൻകൂട്ടി തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റേ ഇപ്പം രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും എ പാർട്ടി അത് ചെയ്തു, ബി പാർട്ടി അത് ചെയ്തു, സി പാർട്ടി ചെയ്തു, അന്യോന്യം ഈ കുറ്റപ്പെടുത്തലിന് പകരം പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ കേരളം, ഇന്ത്യ ഒട്ടാകെ ഉണ്ടായ ഒരു സാമ്പത്തിക രംഗം ഉൾപ്പെടെയുള്ള രംഗങ്ങളിലെ മാറ്റങ്ങൾക്ക് കേരളം പാകമായിരിക്കുന്നു, അതിന് തയ്യാറായിരിക്കുന്നു. അത് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട്. 2014 കാലഘട്ടം, അന്ന് ലോകത്തിലെ സാമ്പത്തിക ശക്തികളുടെ കണക്കെടുത്താൽ, ഇത് ഏതെങ്കിലും BJPയോ മറ്റോ പറയുന്ന കണക്ക് മാത്രമല്ല, അത് 6ാം സ്ഥാനത്ത് നിന്നപ്പം ബ്രിട്ടീഷുകാരെ തള്ളി മാറ്റി നമ്മൾ 5ാം സ്ഥാനത്തേക്ക് എത്തി. അവർ 6ാം സ്ഥാനത്തേക്ക് പോയി. പിന്നീട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജപ്പാനെ തള്ളി മാറ്റി നമ്മൾ 4ാം സ്ഥാനത്തേക്ക് വന്നു. ഇപ്പോൾ മറ്റൊരു ജർമ്മനിയെ തള്ളി മാറ്റി നമുക്ക് 3ാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുന്നു എന്നാണ്. അത് ഔദ്യോഗികമായ കണക്കല്ലെങ്കിലും മറ്റുള്ള സാമ്പത്തിക വിദഗ്ധന്മാരും മറ്റും പറയുന്നത്. ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും എണ്ണി ഓരോന്നും വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്താൽ പിന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ്. ഇതാണ് എനിക്ക് അതിനെപ്പറ്റി ഒരു കാര്യം പറയാനുള്ളത്. മറ്റൊന്ന്, രാഷ്ട്രീയമായി പാകമായിരിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, ദേശീയ മുന്നേറ്റത്തിൽ 1977 എല്ലാ തരത്തിലുള്ള അടിയന്തരാവസ്ഥയുടെ കെടുതികളും അനുഭവിച്ച സംസ്ഥാനമാണ്. പക്ഷെ അന്ന് മുഴുവൻ 20 സീറ്റുകളും അന്നത്തെ ഏകാധിപത്യത്തിൻ്റെ ശക്തികൾക്ക് നൽകിയ സംസ്ഥാനം കൂടിയാണ് കേരളം. അതിനുശേഷമുള്ള ഓരോ തെരഞ്ഞെടുപ്പുകളും പരിശോധിക്കുന്ന അവസരത്തിൽ BJP ഓരോ തെരഞ്ഞെടുപ്പിലും എപ്പോഴും സിസ്റ്റം ഒരു മൂന്നാമതൊരു ശക്തിയോട് എപ്പോഴും ക്രൂവലാണ്. ഒരു വസ്തുനിഷ്ഠമായ വിശകലനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ 2004 തെരഞ്ഞെടുപ്പിലും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുമൊക്കെ വിലയിരുത്തുമ്പോൾ ഇപ്പം കേരളത്തിൽ ജയിക്കും, BJP വോട്ട് ചെയ്താൽ BJP ജയിക്കും, അത് ഭരണത്തിൽ വരാൻ സാധിക്കുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ഫലം ഉൾപ്പെടെയുള്ള ഫലങ്ങളെ നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ കേരളം പാകമായിരിക്കുന്നു, നരേന്ദ്രമോദി നയിക്കുന്ന യാത്രാസംഘത്തോടൊപ്പം എത്തിച്ചേരാനുള്ള വ്യഗ്രത എവിടെയും പ്രകടമാണ്. BJP പ്രവർത്തകർക്ക് മുമ്പെങ്ങുമില്ലാത്തൊരാവേശം ഇപ്പോഴേ കോൺഫിഡൻസ് ഉണ്ടായതായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് വീണ്ടും വരാം. ഇനി മുസ്ലിം ലീഗിൻ്റെ നേതാവ് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഇന്ന് സുൽത്താൻ ബത്തേരിൽ സമാപിച്ച ഈ ലക്ഷ്യ യോഗത്തിൽ ഒരു വലിയൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. 80 സീറ്റുകളെന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാനം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിൽ 100 സീറ്റ് വരെയായി ഉയർന്നു. ലീഗിലും ഈ ഒരു ആവേശം ഞാനിപ്പോൾ കാണുന്നുണ്ട്. എന്നാൽ ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളിലും മറ്റ് തയ്യാറെടുപ്പുകളിലും ലീഗിൻ്റെ അവസ്ഥ എവിടെയാണ്, പ്രത്യേകിച്ച് UDFിൻ്റെ കൂടെ ചേരുമ്പോൾ? ആദ്യമായി തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെയുള്ളൊരു മാധ്യമ ചർച്ചയ്ക്ക് വഴിയൊരുക്കി അങ്ങേ അഭിനന്ദിക്കുകയാണ്.
താങ്ക് യു. കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമൊക്കെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. സ്വാഭാവികമായും വലിയ കാലയളവൊന്നുമില്ല. ഒരു 2 മാസം പിന്നിട്ടാൽ നമ്മുടെ മുമ്പിൽ എത്തുന്ന ഒരു സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതോടൊപ്പം BJPയുമാണ് കാര്യമായി മത്സര രംഗത്തുള്ളത്. ഐക്യജനാധിപത്യ മുന്നണി നല്ല കോൺഫിഡൻസിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയ വിജയം കൈവരിക്കാൻ ഞങ്ങൾക്കൊക്കെ സാധിച്ചു. അതിലേറ്റവും നല്ല മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അങ്ങേക്കൊക്കെ അറിയാം. ഞങ്ങൾ കൃത്യമായി കണക്ക് കൂട്ടുന്നത് കേരളത്തിലെ വൻ നഗരങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ കോർപ്പറേഷനുകളാണെങ്കിലും നഗരങ്ങളാണെങ്കിലും പഞ്ചായത്തുകളാണെങ്കിലുമൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ട്രെൻഡ് നിലനിൽക്കുകയാണ്. അത് കേവലം ഒരു രാഷ്ട്രീയമായി ഒരു താൽക്കാലികമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതിനപ്പുറം കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിൻ്റെ വികലമായ ഒട്ടേറെ നയങ്ങളോട് ജനങ്ങൾക്ക് വിയോജിപ്പുണ്ട്. വികസന പദ്ധതികൾ നടപ്പാക്കി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലത്ത് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച കുറേ വികസന പദ്ധതികളുടെ പൂർത്തീകരണമാണെങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിനാലും അവർക്ക് ഏറെക്കുറെ അത് അവരുടേതാണെന്ന് അവകാശപ്പെടാൻ കഴിയാത്തവയാണ്. അത് ഏത് പദ്ധതികൾ എടുത്തു നോക്കിയാലും മാധ്യമ പ്രവർത്തക രംഗത്ത് പ്രവർത്തിക്കുന്ന അങ്ങയെപ്പോലുള്ളവർക്കറിയാം ആരൊക്കെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇവർ ഇന്ന് കൊട്ടിഘോഷിക്കുന്ന വികസന പദ്ധതികളുടെയൊക്കെ തുടക്കക്കാരാരാണെന്ന് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വികസന പ്രശ്നങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ജനം കേരളത്തിൽ വലിയ പുരോഗതി കൈവരിച്ചിരിക്കുന്നു എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ തന്നെ കേരളം കൈവരിച്ചിരിക്കുന്ന പുരോഗതി എന്താണ് എന്ന് വിലയിരുത്തപ്പെടാൻ അങ്ങേക്ക് കഴിയും. കാരണം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ എന്താണ്, ആ ആരോഗ്യ മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന പതനം എന്താണ്. കേരളം 2 മേഖലയിലാണ് കേരളം ലോകത്തിനുമുമ്പിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഒന്ന് വിദ്യാഭ്യാസ രംഗത്തും മറ്റൊന്ന് ആരോഗ്യ രംഗത്തും. ആ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഇന്ന് കേരളം എത്തി നിൽക്കുന്നത് തകർന്നു കിടക്കുകയാണ്. സിസ്റ്റം തകരാറിലായി എന്നൊരു വാചകം കൊണ്ട് അവസാനിപ്പിക്കാവുന്നതല്ല. ഒരു സംസ്ഥാനത്തെ ആശുപത്രികളിൽ ആവശ്യമായ സാമഗ്രികളില്ലെന്ന് ഈ ഡോക്ടർമാർ തന്നെ പറയുന്നത്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ അറിയാം മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ ഇത്രയും ഡോക്ടർമാരെ അനുവദിച്ചപ്പോൾ 4 ഡോക്ടർമാരാണ് ഈ ജില്ലയ്ക്ക് നൽകിയത്, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള. അപ്പോൾ ആരോഗ്യരംഗത്ത് ഇടപെടാൻ കഴിയുന്ന ഡോക്ടർമാർ നൽകാൻ പോലും കഴിയാത്ത വിധം ആരോഗ്യരംഗം തകർന്നു കിടക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം ഒരുപാട് പരാജയങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ PM ശ്രീ പോലെയുള്ള കേന്ദ്ര പദ്ധതികളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള CPM BJPയുടെ പദ്ധതികൾ ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കാനുള്ള വലിയ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായി. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. സാമ്പത്തിക രംഗത്ത് എവിടെയാണ് നമ്മുടെ സ്റ്റേറ്റ് നിൽക്കുന്നത്? ഞങ്ങൾ വളരെ പുരോഗതി കൈവരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. 1.5 ലക്ഷം കോടി രൂപ കടബാധ്യതയുള്ളപ്പോഴാണ് ഇടതുപക്ഷ മുന്നണി ഭരണം ഏറ്റെടുക്കുന്നത്. ആ കേരളം ഇന്ന് എത്തി നിൽക്കുന്നത് 6 ലക്ഷത്തോളം കോടി രൂപ കടബാധ്യതയിലാണ്. ആ കടബാധ്യത കേരളത്തിലെ ജനങ്ങൾ അത് വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ കാണുകയാണ്. അതിനെ ചെറുതായി കാണാൻ കഴിയില്ല. അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തികമായി തകർന്നിരിക്കുന്നു. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ വലിയ പ്രധാനപ്പെട്ട ജനങ്ങളതൊക്കെ അറിയുന്നു. അതിനപ്പുറം കേരളത്തിലെ ജനങ്ങൾ തങ്ങൾക്ക് കേരളം എന്നും കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ഒരുപാട് മതേതര നന്മകൾ തകരുകയാണ്. ആ മതേതര നന്മകൾ തകരുന്നതാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിൻ്റെ തെരുവുകളിൽ കാണുന്ന വർഗീയമായ പ്രചാരണങ്ങൾ ഒരു ഭാഗത്ത് വ്യാപകമായി നടക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ വിഷയങ്ങൾ ചെറുതൊന്നുമല്ല. ആ വിഷയങ്ങളിൽ വളരെ പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രം പോലും ഇന്ന് അനുഭവിക്കുന്ന ഒരു വലിയ പ്രയാസകരമായ അവസ്ഥയുണ്ട്. ഭരിക്കുന്ന ഭരണകൂടം ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസപരമായി അവരുടെ ആരാധനാലയങ്ങൾ പോലും സംരക്ഷിക്കാൻ പ്രാപ്തരല്ല എന്നൊരു ഫീലിംഗ് ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അത് കേരളത്തിൽ പ്രകടമാണ്. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ ഘടകങ്ങളൊക്കെ അനുകൂലമാണ്.
ശ്രീ എം ഇ രാജേഷ്, യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് UDF-ന് എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് നൽകിയിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിലൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും മറ്റുള്ള നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ രണ്ട് വഴിയിൽ പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർത്തിയ ചില പ്രശ്നങ്ങൾ അതേപോലെ ഉദാഹരണം പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ള, ഇതേപോലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുമെന്ന രീതിയിലുള്ള സൂചനകൾ വന്നു കഴിഞ്ഞു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞതുപോലെ, അബ്ദുറഹ്മാൻ രണ്ടത്താനി പറഞ്ഞതുപോലെ, ഈ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ ആരോഗ്യ രംഗത്തുമുണ്ടായ പതനം നിങ്ങൾക്ക് അദ്ദേഹം പറയുന്നൊരു ആരോപണമാണത്. ആ പതനം ഉണ്ടെങ്കിൽ ആ പതനം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നു. എന്താണ് ശ്രീ രാജേഷിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ? ബഹുമാന്യനായ ശ്രീധരൻപിള്ളയും അതുപോലെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും ഒരേ വാദമുഖങ്ങളാണ് ഉയർത്തിയത്, ഒരേ ഭാഷയിലാണ് സംസാരിച്ചത്. അതിൽ എനിക്കൊട്ടും അതിശയമില്ല. അതുകൊണ്ട് എനിക്ക് സൗകര്യവുമാണ്. രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഒരേ തൂവൽ പക്ഷികളാണ് വാദങ്ങളുടെ കാര്യത്തിൽ എന്നതുകൊണ്ട് അവരോട് അതിൽ നന്ദിയുമുണ്ട്. കാരണം ചില കാര്യങ്ങൾ പറയാനുള്ള അവസരം അവർ തുറന്നിട്ടിരിക്കുന്നു. രണ്ടുപേർ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളം സാമ്പത്തികമായി പിന്നിലേക്ക് പോയി. നമ്മുടെ മുമ്പിൽ ഡേറ്റയുണ്ടല്ലോ, വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലേ പറയേണ്ടത്. 2016 LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാന ആഭ്യന്തരോൽപാദനം GDP, അതാണല്ലോ ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയെ അളക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു മാനകം. അതാണല്ലോ. എത്രയാണ്? 4,87,000 കോടി. ശ്രദ്ധിക്കണം, 4,87,000 ചില്ലുവാനും കോടി. ഇപ്പോൾ രണ്ടത്താണി കടം പെരുകി എന്നാണ് പറയുന്നത്. രണ്ടത്താണി പറയാത്തൊരു കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം ബോധപൂർവമോ അല്ലാതെയോ അറിയാതെ പോയിട്ടുള്ള ഒരു കാര്യം, ഇന്ന് കേരളത്തിൻ്റെ GDP 14,27,000 കോടിയിലധികമാണ്. എന്ന് പറഞ്ഞാൽ 2 ഇരട്ടിയിലധികം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. 2.5 ഇരട്ടി GDP-യിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വർധനവുണ്ടായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച കണക്കാണ് കേട്ടോ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും GDP കണക്കാക്കുന്ന കൂട്ടത്തിലാണിത്, ഞങ്ങളുടെ കണക്കല്ല. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള തകർച്ച, GDP വളരുന്നതിനെക്കുറിച്ചാണോ അങ്ങനെ തകർച്ചയുണ്ടായി എന്നാണോ വിലയിരുത്തുക? മറ്റൊരു കണക്കെന്താ? പെർ ക്യാപിറ്റ GDP, പ്രതിശീർഷ ആഭ്യന്തര വരുമാനം. പെർ ക്യാപിറ്റ GDP-യിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് കേരളം. കേരളത്തെ വിശേഷിപ്പിക്കുന്നത് ഹയർ ഇൻകം സ്റ്റേറ്റ്സിലൊന്ന് എന്നാണ്. ബഹുമാന്യനായ ശ്രീധരൻപിള്ള പറഞ്ഞു, ഇന്ത്യ വല്ലാതെ അങ്ങ് മുന്നോട്ട് പോയി, കേരളം പിന്നിലായി പോയി. നമ്മുടെ ദേശീയ പെർ ക്യാപിറ്റ GDP-യുടെ പ്രതിശീർഷ GDP-യുടെ 152.5% കൂടുതലാണ് കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ GDP. ആളോഹരി സംസ്ഥാന വരുമാനം, ആളോഹരി ദേശീയ വരുമാനത്തിൻ്റെ 152.5% കൂടുതലാണ്. ഇതെല്ലാം നിങ്ങളുടെ തന്നെ കണക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് അതിനെ ചോദ്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം 2 പ്രധാനപ്പെട്ട കണക്കുകൾ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചു. ഇത് നമ്മുടെ മുമ്പിൽ വസ്തുതയാണ്. വസ്തുത ഒന്നും പ്രചരണം മറ്റൊന്നുമാണ്. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഇനി ഓരോ മേഖല എടുക്കാൻ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാത്തിലേക്കും പോകുന്നില്ല. ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത് വിദ്യാഭ്യാസവും ആരോഗ്യവും തകർന്നു എന്നാണ്. അത് പറയണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള ധൈര്യം വേണം. ആളുകൾ ഈ പറയുന്നയാളെക്കുറിച്ച് എന്ത് കരുതിയാലും പ്രശ്നമില്ല എന്ന ഒരു അസാധാരണമായിട്ടുള്ള ചങ്കുറ്റമുണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും തകർന്നു എന്നൊക്കെ പറയാൻ പറ്റും. ചില വസ്തുതകൾ മാത്രം, സമയപരിമിതി ഉണ്ടല്ലോ. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 4,000 കോടിയിലധികം രൂപയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് ചെലവഴിച്ചത്. എന്താണ് അതിൻ്റെ നേട്ടം? കിഫ്ബി വഴി കേരളത്തിലെ എല്ലാ സ്കൂളുകളുടെയും സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റമല്ലേ ഉണ്ടായിട്ടുള്ളത്? ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ അതിലൊന്നും താല്പര്യമുണ്ടാവണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ MLA-മാരോട് ചോദിച്ചു നോക്കൂ, കിഫ്ബി പദ്ധതികൾ ഏത് മണ്ഡലത്തിൽ ഏത് സ്കൂളിലാണ് ഉണ്ടാവാത്തത്? എൻ്റെ മണ്ഡലത്തിൻ്റെ അനുഭവം എനിക്കുണ്ട്. ഓരോ MLA-ക്കും അത് പറയാനുണ്ട്. കോടികൾ അല്ലേ സ്കൂളുകൾക്ക് കിട്ടിയത്? പണ്ട് MLA ഫണ്ടോ MP ഫണ്ടോ ആയിട്ട് കിട്ടുന്ന 5-10 ലക്ഷം രൂപയുടെ സ്ഥാനത്ത് ഇന്ന് കോടികളിൽ കുറഞ്ഞ ഫണ്ട് കിട്ടുന്നില്ല സ്കൂളുകൾക്ക്. 4-5 കോടി ഓരോ സ്കൂളിനും കിട്ടുകയാണ്. ലൈബ്രറി, ലബോറട്ടറി, മികച്ച കെട്ടിടങ്ങൾ. ഇപ്പോൾ ഒരു അനുഭവം ഞാൻ പറയാം, SKN അറിയായിരിക്കും. കൊച്ചിയിലെ
മട്ടാഞ്ചേരിയിൽ ഒരു സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോയി. കോർപ്പറേഷനും കൂടി ചേർന്ന് സംസ്ഥാന സർക്കാരും ചേർന്നുണ്ടാക്കിയ ഒരു സ്കൂളാണ്. ആ സ്കൂൾ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞപ്പോൾ മുകളിലെ നിലയിലേക്ക് പോകാൻ, സർക്കാർ സ്കൂളാണെന്ന് ഓർക്കണം, പ്രിൻസിപ്പൽ ഞങ്ങളെ കൊണ്ടുപോയത് ലിഫ്റ്റിലാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വന്ന മാറ്റത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള അന്ധത ബാധിച്ചാൽ ഈ മാറ്റങ്ങളൊന്നും കാണാനാവില്ല. അതാണ് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ ബാധിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പാവുമ്പോൾ ആ അന്ധത കൂടി വരും, രാഷ്ട്രീയ അന്ധത കൂടി വരും. ഒരു കൊല്ലം മുമ്പാണെങ്കിൽ ഇത്രത്തോളം ഉണ്ടാകുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ മുമ്പിലുള്ളൊരു യാഥാർത്ഥ്യമല്ലേ? ഈ കേരളത്തിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ ഇത് കേൾക്കുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുക? ഇനി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മാത്രമാണോ? നോക്കൂ, നാഷണൽ സ്കൂൾ ക്വാളിറ്റി ഇൻഡെക്സിൽ ഇന്ത്യയിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് തുടർച്ചയായിട്ട് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? പഠന നിലവാര സൂചികയിൽ ഏതാണ്? കേരളമല്ലേ? നമ്മുടെ മുമ്പിൽ മറ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെ കണക്കുണ്ടല്ലോ. ഇപ്പോൾ 45,000-ത്തിലധികം ക്ലാസ് മുറികൾ കേരളത്തിൽ ഹൈടെക്കായി. പാർലമെൻറ്റിൽ കൊടുത്തൊരു മറുപടി ഞാൻ ഓർമ്മയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. 210 ക്ലാസ് മുറിയാണ് ഗുജറാത്തിൽ ഹൈടെക് ആയിട്ടുള്ളത്. 2 നയങ്ങൾ തമ്മിലുള്ള, 2 മാതൃകകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അടുത്ത കാലത്ത് നിങ്ങൾ ഉൾപ്പെടെയുള്ള ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്തൊരു ദൃശ്യം SKN ഓർമ്മയുണ്ടാവും. 18 വർഷമായി BJP ഭരിക്കുന്ന മധ്യപ്രദേശിലെ സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ദൃശ്യമാണ്. നമ്മൾ നടുങ്ങിപ്പോയില്ല ഇത് കണ്ടിട്ട്. മുറ്റത്ത് നിരന്നിരിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ പത്രം വിരിച്ച് ആ പത്രത്തിൽ ഭക്ഷണം കൊടുക്കുന്നതും അത് വാരിക്കഴിക്കുന്നതും ദൃശ്യമായിട്ട് നമ്മൾ കണ്ടതല്ലേ? കേരളത്തിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? കേരളത്തിൽ ഉച്ചഭക്ഷണം ഇന്ന് അധ്യാപകർ കൂടി അവിടെ നിന്നാണ് കഴിക്കുന്നത്. അത്രയും നിലവാരമുള്ള ഉച്ചഭക്ഷണമായി. കേരളത്തിൽ അംഗൻവാടിയിലെ കുട്ടി ആരോഗ്യമന്ത്രിയെ വീഡിയോ കോളിൽ വിളിച്ച് പറയുന്നു ബിർനാനി വേണം എന്ന്. പിറ്റേ ദിവസം ആരോഗ്യമന്ത്രി ഉത്തരവിടുന്നു അംഗൻവാടികളിലെ മെനുവിൽ ബിരിയാണി കൂടി ഉൾപ്പെടുത്തണം എന്നത്. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള, ആരെങ്കിലും പറഞ്ഞാൽ ഇല്ലാതാകുന്ന കാര്യങ്ങളാണോ? നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമല്ലേ ഈ കാര്യങ്ങൾ? ഇനി ആരോഗ്യ മേഖലയുടെ കാര്യം എടുക്കൂ. ഇതാ കഴിഞ്ഞ മാസമല്ലേ, കഴിഞ്ഞ ആഴ്ചയല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ആഘോഷിച്ച ഒരു വലിയ നേട്ടം നമ്മൾ കൈവരിച്ചത്? ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ, ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുകയാണ്. അതിന് ഹെലികോപ്റ്ററിൽ സർക്കാർ ഹെലികോപ്റ്റർ സൗജന്യമായി വിട്ടുകൊടുക്കുന്നു, ഹൃദയം എത്തിക്കുന്നു. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രൈവറ്റ് ആശുപത്രിയിലല്ല, എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്, ജനറൽ ഹോസ്പിറ്റലിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അവയവമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നു, സർക്കാർ മേഖലയിലാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ നേട്ടങ്ങളൊക്കെ കാണാതിരിക്കുകയും ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവം ഉണ്ടായാൽ അതിനെ സാമാന്യവൽക്കരിച്ചും അതിശയോക്തിപരമായി പെരുപ്പിച്ചുമൊക്കെ അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് രീതി. കേരളത്തിൽ നല്ലതൊന്നുമില്ല എന്ന് സ്ഥാപിക്കാൻ കുറച്ചു പേർ പെടാപ്പാട് പെടുന്നുണ്ട്. അത് ഇപ്പോൾ ഏറ്റുപാടേണ്ടത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ രാഷ്ട്രീയമായിട്ടുള്ളൊരു ഗതികേടായിപ്പോയി എന്നതുകൊണ്ട് അദ്ദേഹം പറയുന്നതാവാം. ഒരു കാര്യം കൂടി, ഈ വിദ്യാഭ്യാസ മേഖലയിലെ പഠന നിലവാര സൂചികയുടെ കാര്യം പറഞ്ഞു. ഇന്ത്യയിൽ ആരോഗ്യ നിലവാര സൂചികയിൽ 1ാമത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കോൺഗ്രസോ BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളാണോ? ഇപ്പോഴും നിൽക്കുന്നത് കേരളമല്ലേ? ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾക്കുള്ള പുരസ്കാരം, ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ മുഴുവൻ വാരിക്കൂട്ടിയത് കേരളത്തിലെ സ്ഥാപനങ്ങളല്ലേ? നിങ്ങൾ നമ്മുടെ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലേക്കൊന്ന് പോയി നോക്കൂ. നമ്മുടെ മറ്റേ സർക്കാർ ആശുപത്രികളിൽ, താലൂക്ക് ആശുപത്രികളിലെല്ലാം വന്നിട്ടുള്ള പുതിയ കെട്ടിടങ്ങൾ, പുതിയ ബ്ലോക്കുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് എൻ്റെ മണ്ഡലത്തിലെ അനുഭവം ഇവിടെ പറയാൻ കഴിയും. PHCകൾക്കൊക്കെ വന്നിട്ടുള്ള കെട്ടിടങ്ങൾ, സൗകര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ അമേരിക്കയെ കുറഞ്ഞ ഒറ്റവാചകം കൂടി കുറഞ്ഞ ശിശുമരണ നിരക്കിൽ അമേരിക്കയെ പിന്തള്ളിയത് 1 മാസം മുമ്പാണ്. എത്രയാണ്? 1,00,000 ലൈവ് ബർത്തിൽ 5.61 ആണ് നവജാത ശിശുമരണം അമേരിക്കയിൽ. കേരളം അത് മറികടന്ന് 5 കുറച്ചു. മില്ലനിയം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ലോകമാകെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. ഇന്ത്യ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെല്ലാം നേടുന്നതിൽ വളരെ പിന്നിലാണ്. എന്നാൽ 2030 കൈവരിക്കേണ്ട മിക്ക ലക്ഷ്യങ്ങളും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഇതിനകം കൈവരിച്ച സംസ്ഥാനമാണ് കേരളം എന്ന ഡേറ്റ കൂടി ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ വെക്കുകയാണ്. മറ്റു രണ്ടുപേരെയും ബോധ്യപ്പെടുത്താനല്ല ഞാനിതൊന്നും പറയുന്നത്, പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ PS ശ്രീധരൻപിള്ള, താങ്കൾ ഈ ഗോവ ഗവർണർഷിപ്പൊക്കെ ഒഴിഞ്ഞതിന് താങ്ക് യു ശ്രീ MP രാജേഷ്. ശ്രീ PS ശ്രീധരൻപിള്ള, താങ്കൾ ഗോവ ഗവർണർഷിപ്പൊക്കെ ഒഴിഞ്ഞ് വന്നതിന് ശേഷം ഇങ്ങനൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായി താങ്കൾ മത്സരിക്കാനോ ഒക്കെ സാധ്യതയുണ്ടോ എന്നൊക്കെ ആളുകൾ സംശയിക്കുന്നുണ്ടാവും. അവരുടെ അറിവിലേക്കായിട്ട് അങ്ങ് എന്ത് പറയും?
അല്ല ഞാനൊരിക്കലും ഈ പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി ഗവർണറായ ശേഷം നിന്നിട്ടില്ല. പവർ പൊളിറ്റിക്സിൽ ഇന്നും എനിക്ക് അങ്ങനെ പോകണോ എന്ന കാര്യത്തിൽ അഭിഭാഷക വൃത്തി ഒരുപാട് സാധ്യതകളുണ്ട്. ഞാൻ അതിനെപ്പറ്റി തീരുമാനം എടുത്തിട്ടില്ല. രണ്ടാമത്, രാജേഷ് ഇവിടെ പറയുന്ന ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ ഒരു വലിയ പരാജയം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അന്ന് മുതൽ ഞാൻ 15 വയസ്സ് മുതലേ ജനസംഘത്തിൻ്റെയും പിന്നീട് BJPയുടെയും ആളാണ്. 50 കൊല്ലം BJP രൂപീകരിച്ച ദിവസം അതിൽ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് ബോംബെയിൽ. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയാണോ ഒന്നിനെ വിലയിരുത്തേണ്ടത്? ഒരു കോളേജിൽ ലിഫ്റ്റുണ്ട്, ഒരു സ്കൂളിൽ ലിഫ്റ്റുണ്ട്, ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ്, ഇതൊക്കെയാണോ ചെയ്യേണ്ടത്? ഒരു വിലയിരുത്തലിന് വേണ്ടി ശ്രമിക്കുമ്പം 57 ആദ്യത്തെ സർക്കാർ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണ്. അത് ഏറ്റെടുത്ത കാലഘട്ടത്തിൽ അതിനും കൂടെ കണക്ക് പറയട്ടെ. 57 ഏറ്റെടുത്ത ആ കാലഘട്ടം, 56-57 കാലഘട്ടത്തിൽ കാർഷിക ഉൽപ്പന്നത്തിൽ, ഞാൻ തിരുവിതാംകൂറുകാരനാണ്, നെല്ല്, കുട്ടനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നെൽകൃഷി, നമ്മുടെ ആ നെൽകൃഷിയിലെ ഉൽപ്പന്നം ഇന്ന് അന്നുള്ളതിൻ്റെ 4 ഭാഗമായി കുറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കുമോ? നമ്മൾ കയറ്റുമതിയുടെ നമ്മുടെ സുഗന്ധ വ്യഞ്ജന മേഖലകൾ, അതുപോലെ തന്നെ കടലിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ കടലിൻ്റെ ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം കയറ്റുമതി ചെയ്തുകൊണ്ട് നിന്നിരുന്ന ഒരു രാജ്യം. ഇങ്ങനെ ഓരോ മേഖലകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം ഉണ്ടായ പരാജയങ്ങളെ വിലയിരുത്തുമ്പോഴാണ് അടിസ്ഥാനപരമായി നാം എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഇപ്പോൾ കേരള എക്കോണമിയെ പറ്റി എല്ലാവരും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. കേരള എക്കോണമി 2 കാര്യം പറയുന്നുണ്ട്. ഒന്ന്, വൈ വി ആർ നോട്ട് ഡെവലപ്പിംഗ് മച്ച്. ഇറ്റ് ഈസ് എൻ ഹൈ കോസ്റ്റ് എക്കോണമി. പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് പരമാവധി ഉള്ളത്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുള്ളത്, ഇലക്ട്രിസിറ്റി ചിലവ്, ഇൻഫ്രാസ്ട്രക്ചർ ചിലവ്. അതുകൊണ്ട് ഇവിടെ ഉൽപ്പാദന മേഖലയിൽ മറ്റ് അയൽ സംസ്ഥാനങ്ങളെപ്പോലെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇത് ബേസിക്കലി എപ്പോഴെങ്കിലും ഇവരാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രചരണങ്ങൾ 50-കൾ 60-കളിലൊക്കെയുള്ള പ്രചരണങ്ങളിൽ ഇതൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ഇതതുണ്ടോ? അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാനിരിക്കുന്നു. നമ്മുടെ എക്കോണമിയുടെ സ്ഥിതി എന്താ? മണി ഓർഡർ എക്കോണമിയാണ്. എല്ലാം നല്ലപോലെ പഠിക്കുന്ന ഒരാളാണ്, എനിക്കറിയാം, എൻ്റെ സുഹൃത്ത്, CPMൻ്റെ മന്ത്രിയായ എൻ്റെ സുഹൃത്ത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിലെ വരുമാനത്തെക്കാൾ കൂടുതൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രവാസികളിൽ നിന്ന്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന മണി ഓർഡർ എക്കോണമി ആയിട്ടാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. അതിനുണ്ടാകുന്ന തകർച്ചകളെല്ലാം നമ്മെ കുത്തുവാള എടുപ്പിക്കുമെന്ന സത്യം നമുക്കറിയില്ല. വേറെ ഏത് സംസ്ഥാനമുണ്ട് ഇതുപോലെ? അങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നും പറയാതെ കുറേ മതവികാരങ്ങളുടെയും അതിൻ്റെ പേരിലൊക്കെ ഭയപ്പെടുത്തിയ ആൾക്കാർ വോട്ട് വാങ്ങിയിട്ട് അധികാരത്തിൽ കയറുന്നു എന്നുള്ളതല്ലേ വസ്തുത? ഈ 2 മുന്നണികളും ചെയ്യുന്ന കേരളത്തിൽ അതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരൊറ്റ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്നോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. 57 തെരഞ്ഞെടുപ്പിൽ വന്നതിനെ സംബന്ധിച്ച് 2 പുസ്തകമുണ്ട്. എല്ലാ പുസ്തകവും വായിക്കുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മന്ത്രി. ഒന്ന്, അന്നത്തെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് നേതാവ്, ആ സോഷ്യലിസ്റ്റ് നേതാവ് രാമനോഹർ ലോഹിയാണ്. കളക്റ്റീവ് വർക്ക്, ഉത്തരവാദിത്തബോധത്തോടെ ഞാൻ പറയുന്നത്. ഒരധ്യായം കേരള സർക്കാരിനെ പറ്റി 57 അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്ക് അത് രാഷ്ട്രീയ ഹിന്ദുയിസമായിരുന്നു. മറ്റൊന്നിനെപ്പറ്റി പറയും രാഷ്ട്രീയ ക്രിസ്ത്യാനിസം. അത് ട്രാവൻകൂർ കൊച്ചിനെ ഉദ്ദേശിച്ചായിരിക്കും. അന്ന് മലബാർ അത്രത്തോളം അദ്ദേഹം വിലയിരുത്തുമെന്ന് എനിക്കറിയില്ല. ഇത് ഉള്ള ഒരു സംസ്ഥാനം, ജാതി രാഷ്ട്രീയം, ആ ജാതി രാഷ്ട്രീയം 52 പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് നെടുമങ്ങാടും അതുപോലെ നെയ്യാറ്റിൻകര 2 തെരഞ്ഞെടുപ്പ്, ആർ ശങ്കറും അതുപോലെ മന്നും ഒന്നിച്ചു ചേർന്നുകൊണ്ട് VK കുഞ്ഞെന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവ് പോലും അതിൻ്റെ ഭാഗമായി അന്നത്തെ ട്രാവൻകൂർ പ്രസിഡൻ്റാണ്. ഇങ്ങനെ വളർന്നു വന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അവിടെ വസ്തുതകൾ ജനങ്ങളെ പറഞ്ഞുകൊണ്ട് ഇതാ കേന്ദ്രം ഭരിക്കുന്ന ഇന്ന ആൾക്കാരാണ്, അപകടം വരാൻ പോകുന്നു. ഈ ഭയപ്പെടുത്തലിലൂടെയല്ലേ 2 മുന്നണികളും അവരുടെ യഥാർത്ഥ അജണ്ട തെരുവിലേക്കും വീടുകളിലേക്കും എത്തിക്കുന്നത്? ഇതിന്ന് വ്യത്യസ്തമായിട്ട് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യ ഭരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു സംസ്ഥാനം മാത്രം, അതിൽ അവരുടെ വോട്ട് കൊണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് മോശമാണ്, ജനങ്ങളെ മോശമാക്കലാണ്. പക്ഷേ ഒരിക്കൽ പോലും അത്ര MP മാരല്ലല്ലോ. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും കേരളത്തിനെ വാരിക്കോരി കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഓരോ മേഖലകളെടുക്കുക, നോമിനേറ്റ് ചെയ്യുന്ന രാജ്യസഭാ മെമ്പർമാർ ആകെ 12, 3 കേരളത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തു.
ചരിത്രമല്ലേ ഇത്? അതുപോലെ തന്നെ 3 ഗവർണർമാരെ വേറെ ഏത് സ്റ്റേറ്റിന് കിട്ടിയിരുന്നു? അപ്പോൾ വോട്ട് ചെയ്തില്ലെങ്കിലും നീതിപൂർവം ജനങ്ങളെ കാണുന്ന സമീപനം ഉണ്ട്. ഈ രാജ്യമാണ് വലുത്, രാഷ്ട്രീയമല്ല വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇന്ത്യയിൽ. കേരളം വ്യതിരിക്തമാണ്. ഞാൻ അതിൽ ദുഃഖിക്കുന്നു, വേദനിക്കുന്നു. അത് മാറ്റാനുള്ള കൂട്ടായ ശ്രമം നമുക്കിടയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഓക്കെ, ശ്രീ അബ്ദുറഹ്മാൻ അണ്ടതാണി, കുറേ മറുപടികൾ ശ്രീ എം വി രാജേഷ് പറഞ്ഞ താങ്കൾക്ക് എതിരെയാണ്. അപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ച് ഈ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടായി എന്ന് മന്ത്രി പറഞ്ഞ ചില നേട്ടങ്ങൾ താങ്കൾ കാണാതെ പോകുന്ന രാഷ്ട്രീയ അന്ധത കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ മറുപടി എന്താകും? ഞാൻ ഈ പറഞ്ഞതൊന്നും രാഷ്ട്രീയ അന്ധത കൊണ്ടല്ല. രാഷ്ട്രീയ അന്ധത പല ഘട്ടങ്ങളിലും ബാധിച്ചത് അവർക്കൊക്കെയാണ്. ഇപ്പോൾ ഈ വർഷം ഏറ്റവും കൂടുതൽ ലാഭം കാണിച്ച ഇന്ത്യയിലെ എയർപോർട്ടുകളിലൊന്നാണ് നമ്മുടെ കൊച്ചി എയർപോർട്ട്. കൊച്ചി എയർപോർട്ട് നമ്മൾ തുടക്കം കുറിക്കാൻ അന്ന് തീരുമാനിച്ച ഘട്ടത്തിൽ ആ കൊച്ചി എയർപോർട്ടിൽ വിമാനം ഇറങ്ങുന്നത് ഞങ്ങളുടെ ശരീരത്തിലാകും എന്ന് പറഞ്ഞുകൊണ്ട് സമരമുഖം തുറന്നവരാണ് CPM. വിഴിഞ്ഞം പദ്ധതിക്കെതിരെ സമരമുഖം തുറന്നവരാണവർ. ഏത് പദ്ധതികൾ വരുമ്പോഴും എക്സ്പ്രസ് വേ എന്ന് പറയുന്നൊരു ആശയത്തെ ആദ്യം കൊണ്ടുവന്നപ്പോൾ പാൽക്കാരി പാറുവിൻ്റെ പശു എങ്ങനെ അക്കരെ കടക്കും എന്ന് ചോദിച്ചവരാണവർ. അവർ ഇത്തരത്തിലുള്ള വികസന പദ്ധതികളോടൊക്കെ എന്നും ആ സമീപനം സ്വീകരിച്ചു എന്നാണ് ഞാൻ ആമുഖമായി ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം ഇനി ഇദ്ദേഹം പറയുന്നത് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമാണ് പറയുന്നത് എങ്കിൽ കേരളത്തിലുണ്ടാക്കിയ വിദ്യാഭ്യാസ രംഗത്തെ ആരോഗ്യരംഗത്തെ ഈ നേട്ടങ്ങൾ പുതിയതാണോ? അല്ലല്ലോ. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ വാക്സിനേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ നാടാണ് കേരളം. കേരളത്തിൽ ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ആരോഗ്യ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. കേരളം ആരോഗ്യരംഗത്തും അതുപോലെ വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഈ പര്യാപ്തത കൈവരിച്ചത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു നേട്ടമായിട്ടല്ല കാണേണ്ടത്. അതിനപ്പുറം ഈ രംഗത്തൊക്കെ ഇന്ന് ഉണ്ടായിരിക്കുന്ന പഠനത്തെക്കുറിച്ചാണ് ഞാനിവിടെ ചർച്ച ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു ഗവൺമെൻറ് കോളേജ് എന്ന ആശയത്തെ കേരളത്തിൽ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ആയിരുന്നില്ലേ? അന്ന് ഞാൻ കേരളത്തിലെ നിയമസഭയിലുണ്ടായിരുന്നു. കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മെഡിക്കൽ കോളേജ്, എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്ന ആശയത്തെ കേരളത്തിൽ കൊണ്ടുവന്നത് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അല്ലേ? കേരളത്തിൽ നിലനിൽക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ ആ യൂണിവേഴ്സിറ്റികളെ മുഴുവൻ നിങ്ങളെടുക്ക്, കേരള യൂണിവേഴ്സിറ്റി മാറ്റി നിർത്തിയാൽ ബാക്കിയൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി EMSഉം മുസ്ലിം ലീഗും ഉൾക്കൊള്ളുന്ന ഐക്യമുന്നണിയുടെ കാലഘട്ടത്തിലാണ്. ബാക്കിയുള്ളതൊക്കെ എടുക്ക്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വലിയ സമൂലമായ മഹത്തായ സംഭാവന എന്താണ് ഇവർക്ക് അർപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഒന്നിവർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവരെപ്പോഴും കുട്ടിയുടെ ബിരിയാണിയെക്കുറിച്ചും അതല്ലെങ്കിൽ അവിടെ ഞങ്ങൾ ഷെഡുണ്ടാക്കിയെന്നും അതല്ലല്ലോ വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കേണ്ട മാറ്റങ്ങൾ. നമ്മുടെ എത്ര യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരുണ്ട്, എത്ര ഗവൺമെൻറ് കോളേജുകളിൽ ഇന്ന് നമുക്കറിയാം പ്രിൻസിപ്പൽമാരുണ്ട്. ഒന്ന് വിലയിരുത്തപ്പെടട്ടെ. എത്ര ഹോസ്പിറ്റൽ ഡോക്ടർമാരുണ്ട്. ഇവിടെ ഒരു ഓപ്പറേഷൻ നടന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഓപ്പറേഷൻ നടത്താൻ ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ രംഗത്ത് വന്നത് നമ്മൾക്ക് മറന്നുപോയോ? അപ്പോൾ കേരളത്തിൻ്റെ ഈ സത്യത്തെ, ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അപകടകരമായ അവസ്ഥയെക്കുറിച്ച് എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? മരുന്ന് കൊടുക്കാൻ കഴിയില്ല, മരുന്ന് കമ്പനികൾക്ക് ഇതുവരെ കാശ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങളും ഞാനുമൊക്കെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത വിഷയങ്ങളല്ലേ? ഈ കാര്യങ്ങളെയൊക്കെ കാണാതെ അങ്ങനെ ഒന്നടങ്കം ഈ നാട് ഇരുട്ടിലാക്കുന്ന ഒരു പ്രവണതയാണോ? അതുപോലെ കണക്കുകൾ പറയുമ്പോൾ സാമ്പത്തിക രംഗത്ത് വലിയ കൊഴുപ്പുണ്ടായി എന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. 1.5 ലക്ഷം കോടി രൂപ കടബാധ്യതയിൽ നിന്ന് 6 ലക്ഷം കോടിയിലേക്ക് കേരളം എത്തുന്നുണ്ടോ? എത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത്. പകരം അപ്പുറത്തേക്ക് പോയി GDP വർധനവുണ്ടായി അങ്ങനെയല്ലല്ലോ വിലയിരുത്തപ്പെടേണ്ടത്. ഉണ്ടാകണം, ഞാനത് വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ അതേ സമയത്ത് ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരുപാട് ആരോപണങ്ങളുണ്ട്. 4% പലിശക്ക് കടം കൊടുക്കാൻ തയ്യാറാണെന്ന് വേൾഡ് ബാങ്ക് അടക്കം പറയുമ്പോൾ അവിടെയൊന്നും വാങ്ങാതെ നേരെ പോയി 9% പലിശക്ക് പോയിട്ട് നമുക്കറിയാം കടമെടുത്ത ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് കടമെടുത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് നമ്മൾ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ അതുമായി ഉയർന്നു വന്നു. അപ്പോൾ സാമ്പത്തിക രംഗത്ത് എന്തെങ്കിലും കേരളത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ എന്ന പേരിൽ അതുപോലും മറ്റൊരു വഴിയിലൂടെ കൊണ്ടുപോകുന്നിടത്തേക്ക് കേരളം പോകുന്നു എന്ന യാഥാർത്ഥ്യത്തെ കാണാതിരിക്കാൻ കഴിയുമോ? ഈ സത്യത്തെയൊക്കെ കാണണ്ടേ? ഇവിടെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലുണ്ടായ നേട്ടങ്ങളുടെ തുടർച്ചയല്ലാതെ മറ്റെന്താണ് ഇവർക്ക് ഈ മേഖലകളിലൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്? അപ്പോൾ അത് സത്യത്തിൽ ഇതിനെയൊക്കെ നേർക്കാഴ്ചയായി കാണുകയാണ് കേരളം.
അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ അതോടൊപ്പം തന്നെ മറ്റെല്ലാ മേഖലകളിലേക്ക് കടന്നാൽ നമുക്ക് കാണാൻ കഴിയും. യെസ്, പറഞ്ഞു. ഓക്കെ, ശ്രീ നദാണി, നമുക്ക് ഒരു ചെറിയ ഇടവേള എടുക്കാൻ നേരമാകുന്നു. ഇതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു വിഷയമായതുപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിഷയമാക്കുമെന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപക്ഷെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ള കാര്യം LDFിനൊരു പ്രശ്നം തന്നെയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതിനെക്കുറിച്ച് MP രാജേഷിൻ്റെ പ്രതികരണം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇടവേള കഴിയുമ്പോൾ ഞാൻ രാജേഷിലേക്ക് മടങ്ങി വരും. ബ്രേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. സ്പെഷ്യൽ എൻകൗണ്ടർ തുടരുകയാണ്. കളം നിറഞ്ഞു. ശ്രീ MP രാജേഷ്, തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ഫലം പഠിക്കുകയും അതിനനുസരിച്ച് തിരുത്തൽ വരുത്തുകയും ചെയ്യുന്ന CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സ്വർണ്ണക്കൊള്ള അതേപോലെ തന്നെ പുനരാവിഷ്കരിക്കാൻ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ സാധ്യതയുണ്ട് എന്ന് വരുമ്പോൾ അതിന് CPM അല്ലെങ്കിൽ LDF എങ്ങനെ പ്രതിരോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? SKN, ഞാൻ അതിനു മുമ്പ് രണ്ടുപേരും തെറ്റായ വാദങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ട് അതിനൊന്നുകൂടി ഒരു മറുപടി പറയേണ്ടതുണ്ട്. രണ്ടുപേരും എനിക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് കുറച്ച് മതിയായ പരിഗണന സമയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇവിടെ സംസാരിച്ചത് മുഴുവൻ ഡേറ്റയുടെ ആധികാരികമായ രേഖകളെ ഉദ്ധരിച്ചാണ്. അങ്ങനെ മാത്രമേ ഞാൻ സംസാരിക്കുകയുമുള്ളൂ ഈ ചർച്ചയിൽ. ഞാൻ നേരത്തെ രണ്ടുപേരും ഉയർത്തിയ വാദം കേരളം സാമ്പത്തികമായി തകർന്നു എന്നാണ്. പിന്നീട് രണ്ടാമത്തെ അവസരത്തിൽ അവരത് ആവർത്തിച്ചില്ല. ഞാൻ അവരോട് പറയുന്നു, റിസർവ് ബാങ്ക് ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് 2024-25 നിങ്ങളെടുത്ത് നോക്കൂ. RBI ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് 24-25 പ്രതിശിഷ്ട വരുമാനത്തിൽ ഇരട്ടി വർധന. GDPയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് വർദ്ധിച്ചത് എന്നുള്ളത്. 2 ഇരട്ടിയാണ് അതിൽ വർധനവുണ്ടായത്. ചരിത്രത്തിൽ ആദ്യമായി ഉൽപ്പാദന മേഖലയിലെ മൂല്യവർദ്ധനവ് 1,00,000 കോടി കടന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി. അപ്പോഴാണ് വ്യാവസായികമായിട്ട് കേരളം പിന്നാക്കം പോയി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം 1ാമതെത്തി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ലോകത്തിലെ തന്നെ 4ാമത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിലാണ്. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിൽ വലിയ കുതിപ്പുണ്ടായത് ഇന്നലെ കൂടി വാർത്ത കേരളത്തിലുണ്ടായിരുന്നു. ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിലാണ്. കേരളത്തിൻ്റെ IT കയറ്റുമതിയിൽ ഗണ്യമായിട്ടുള്ള വർധനവുണ്ടായി. അതുപോലെ വ്യവസായ മേഖലയുടെ കാര്യം ഇവിടെ പറഞ്ഞു. സാമ്പത്തിക സേവനങ്ങളിൽ മൂല്യവർദ്ധനവ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 3 ഇരട്ടിയാണ് കൂടിയിട്ടുള്ളത്. കേരളത്തിൻ്റെ തനത് നികുതി വരുമാനം ഇരട്ടിയിലധികമാണ് വർദ്ധിച്ചത്. സാമ്പത്തികമായി വളർച്ചയുണ്ടാകുന്ന ഒരു സംസ്ഥാനത്തെ നികുതി വരുമാനം കൂടൂ എന്ന് മനസ്സിലാക്കണം. പ്രാഥമികമായ സാമ്പത്തിക ശാസ്ത്ര പാഠമാണ്. തനത് സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ, സ്വന്തം നികുതി വരുമാനം ഇരട്ടിയിലധികമായി. അതുകൊണ്ടാണ് കേന്ദ്രം ഇത്രയും ദ്രോഹിച്ചിട്ടും ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത് എന്നുകൂടി നമ്മൾ കാണണം. ഇങ്ങനെ മൂലധന ചെലവ്, വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മൂലധന ചെലവാണ്. മൂലധന ചെലവ് 10 വർഷം കൊണ്ട് 3 ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചത്. അവിടെയാണ് കിഫ്ബിയുടെ റോള് വരുന്നത്. ഇവിടെ പരിഹാസം ഉണ്ടായില്ലോ, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മണിയടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള പരിഹാസം ഉണ്ടായില്ലേ. 3 ഇരട്ടിയാണ് മൂലധന ചെലവ് വർദ്ധിച്ചിട്ടുള്ളത്. സാമൂഹിക മേഖലയിലെ ചെലവ് ഇരട്ടിയായി. പെൻഷൻ 2000 ആയി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സാമൂഹിക മേഖലയിലെ ചെലവ്, മൊത്തം ചെലവ് ഇരട്ടിയായി. ഇങ്ങനെ എണ്ണി പറയാവുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ശ്രീ രണ്ടത്താണിക്ക് ഞാൻ ബിരിയാണിയുടെ കാര്യം പറഞ്ഞത് മാത്രമേ അദ്ദേഹം ശ്രദ്ധിച്ചുള്ളൂ. അതിലെന്തോ ഒരു ഇഷ്ടക്കേട് അദ്ദേഹം പ്രകടിപ്പിച്ചു. 7 വർഷമായിട്ടൊക്കെ അല്ല, വരാം അതിലേക്ക് ഞാൻ വരാം. സർക്കാരിൻ്റെ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ, അത് കൈവരിച്ച അസൂയാർഹമായ നേട്ടങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന കേരളത്തിലെ മാറ്റങ്ങൾ, അത് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ പോകുന്നത്. അതാണ് പ്രതിപക്ഷത്തെ അസ്വസ്ഥാക്കുന്നത്. ഇവിടെ പദ്ധതികളൊക്കെ മുടക്കി LDF എന്ന് പറഞ്ഞു. ആ വിശേഷണം അവർക്കാണ് ചേരുക. ഞങ്ങൾ തുടക്കക്കാരാണെന്ന് UDF പറഞ്ഞു. യഥാർത്ഥത്തിൽ മുടക്കക്കാരാണ് നിങ്ങളെല്ലാവരും എന്നതാണ് വസ്തുത. വിഴിഞ്ഞം തുറമുഖം വന്നപ്പോൾ പറഞ്ഞത് അത് പ്രവൃത്തി നിർത്തിവച്ച് വീണ്ടും പഠനം നടത്തണമെന്നാവശ്യപ്പെട്ട സമരത്തെ പിന്തുണച്ചത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അതുപോലെ വയനാട് തുരങ്കപാത ഒരിക്കലും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമായി, തുരങ്കപാത യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുന്നു. നാഷണൽ ഹൈവേ ഒരടി മുന്നോട്ട് വെക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് K മുരളീധരനാണ്. നാഷണൽ ഹൈവേ പൂർത്തിയാവാൻ പോവുകയാണ്. ഗെയിൽ പൈപ്പ് ലൈൻ സമ്മതിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് സമരം ചെയ്യുന്നവരുടെ നേതാവായിരുന്നു ശ്രീ രണ്ടത്താണി. നേരിട്ട് സമരരംഗത്തുണ്ടായ ആളാണ്. ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായി. നിങ്ങൾ ഏതിനെങ്കിലും ഒരു കാര്യത്തെ
പിന്തുണയ്ക്കുക പോയിട്ട് എതിർക്കാതിരുന്നിട്ടുണ്ടോ? ശ്രീ രാജേഷ് രണ്ടത്താണിക്ക് അതിനകത്തൊരു മറുപടിയുണ്ട്. അത് എനിക്കൊന്ന് താങ്കൾക്ക് അതൊന്ന് കേൾക്കാമെന്ന് തോന്നുന്നു. അദ്ദേഹം അത് ഇതിൽ മാത്രം അദ്ദേഹം നേരിട്ട് വികസനം തടസ്സപ്പെടുത്തി എന്നൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം നേരിട്ട് മറുപടി പറയുന്നതിൽ വിരോധമില്ല. താങ്കൾക്ക് പറയും. ശ്രീ രാജേഷിലേക്ക് മടങ്ങി വരും. ശ്രീ രണ്ടത്താണി അതിന് മാത്രം താങ്കൾ മറുപടി പറയൂ. അല്ല, ഞാനീ പറയുന്നത് ഈ ദേശീയപാതയുടെ കാര്യത്തിലൊക്കെ ആ സ്ഥലമെടുപ്പിൻ്റെ സമയത്ത് ഞങ്ങളുടെ 2 മന്ത്രിമാർ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇബ്രാഹിം കുഞ്ഞി സാഹിബും ഇവരുടെ സമരമുഖത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ വളഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്ഥലം വിട്ടുകൊടുക്കില്ല, ഒരു കാരണവശാലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നവർ ഇവരാണ്. എക്സ്പ്രസ് പാത അന്ന് എക്സ്പ്രസ് വേ വന്നിരുന്നെങ്കിൽ, മുനീർ മന്ത്രിയായിരുന്ന കാലത്ത് വന്നിരുന്നെങ്കിൽ കേരളം ഇന്ന് എത്ര വലിയ വികസനം നടക്കേണ്ടതാണ്. അതിന് പൂർണ്ണമായി എതിർത്തത് അന്ന് CPM അല്ലേ? ആർക്കെങ്കിലും എതിർക്കാൻ കഴിയുമോ? ഞാനിവിടെ എവിടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ? വിഴിഞ്ഞം പദ്ധതിയുടെ തുടക്കത്തിൽ CPMൻ്റെ നിലപാടെന്തായിരുന്നു? ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളല്ലേ. വലിയ കൊള്ളയാണ് നടക്കുന്നത്, കോടികളുടെ കൊള്ള നടക്കുന്നു എന്നല്ലേ അന്ന് വ്യാഖ്യാനിച്ചത്. ഇതൊക്കെ നമ്മൾ കണ്ട യാഥാർത്ഥ്യങ്ങളാണ്. വിശദമായി താങ്കൾക്ക് പറയാം, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാജേഷ് തുടരൂ. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അന്നത്തെ കരാറിലെ ജനവിരുദ്ധ കേരളത്തിനെതിരായ വ്യവസ്ഥകൾ, അതിൻ്റെ പിന്നിലുള്ള കൊള്ളയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം LDFൻ്റെ തുടർച്ചയായ ഗവൺമെൻറ് ഉണ്ടായതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ദേശീയപാതയുടെ ഗതി വരുമായിരുന്നു. 2016 ഉമ്മൻചാണ്ടി വേണ്ടെന്ന് വെച്ചു, ദേശീയപാത അതോറിറ്റി പൂട്ടിപ്പോയി. 10 വർഷം കൊണ്ട് ദേശീയപാത, മലയോര ഹൈവേ, അപ്പുറത്ത് മറ്റേ തീരദേശ ഹൈവേ, ഇതെല്ലാം കേരളത്തിലുണ്ടായത് ഈ ഗവൺമെൻറ്റും അതിൻ്റെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തി ഉള്ളത് കൊണ്ട് മാത്രം. വയനാട് ടൗൺഷിപ്പ് കേന്ദ്രം ചില്ലിക്കാശ് ഗവർണറെയും മറ്റേ രാജ്യസഭാംഗത്തെയും വാരിക്കോരി തന്നു. പക്ഷേ ചൂരൽമല മുണ്ടക്കെ ദുരന്തമുണ്ടായിട്ട് പോലും ചില്ലിക്കാശ് തരാതിരുന്നിട്ടും ഇതാ ഫെബ്രുവരിയിൽ അവിടെ ആധുനിക നഗരം മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടാക്കാൻ പോവാണ്. ലീഗും കോൺഗ്രസും മറുപടി പറയേണ്ട കാര്യമുണ്ട്. നിങ്ങൾ പണം പിരിച്ചു, വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീടെന്തായി എന്നത് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ലീഗിന്റെ വീടുകൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു മന്ത്രി. ഫെബ്രുവരി 28 നമ്മൾ ഇങ്ങനെ ഒരു സാധാരണ ചർച്ചയല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ഇനി കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത് എന്നാ. അപ്പോൾ രണ്ടത്താണി പറഞ്ഞു ഞങ്ങളല്ല, ഇനി കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത്. 100 വീട് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു, സ്ഥലം ഇതുവരെ വാങ്ങിയിട്ടില്ല. ശരി, അത് ലീഗും കോൺഗ്രസും തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ. അതേ എനിക്ക് പറയാം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അബ്ദുറഹ്മാൻ മറുപടി പറയേണ്ടി വരും. ഞാൻ വീണ്ടും രാജേഷിലേക്ക് വരാം. ശ്രീ അബ്ദുറഹ്മാൻ. അല്ല, ഞാൻ തീർന്നില്ല. ഓക്കെ, പറയൂ. ഞാൻ പറഞ്ഞത് 100 വീട് പ്രഖ്യാപിച്ചത് കോൺഗ്രസ്, പിന്നെ എത്രയോ വീട് പ്രഖ്യാപിച്ചത് KPCC, പിന്നെ വീടിന് കാശ് പിരിച്ചത് യൂത്ത് കോൺഗ്രസ്. എവിടെ പോയി ഈ പണമൊക്കെ? എവിടെയാണ് വീട് എന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കണക്ക് പറയിപ്പിക്കുക തന്നെ ചെയ്യും. ലീഗ് രക്ഷപ്പെടും എന്നാണ് രണ്ടത്താണി പറയുന്നത്. നമുക്ക് നോക്കാം, ലീഗ് രക്ഷപ്പെടുമോ എന്ന് നമുക്ക് നോക്കാം. പക്ഷെ കോൺഗ്രസ് രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് ഇക്കാര്യത്തിൽ. ഇനി അങ്ങ് ചോദിച്ച ചോദ്യം, ശബരിമല വീണ്ടും ഇവർ ചർച്ചയാക്കാൻ പോകുന്നു, അത് നിങ്ങൾ എങ്ങനെ നേരിടും? വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശബരിമല ചർച്ചയാക്കാൻ ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് ചർച്ച ചെയ്യട്ടെ. അപ്പോൾ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരികയാണല്ലോ. ഇപ്പോൾ പാരഡി ഗാനമൊന്നും പാടുന്നത് നമ്മൾ ആരും കേൾക്കുന്നില്ലല്ലോ. പാർലമെൻറ്റിൻ്റെ മുറ്റത്ത് തൊഴിലുറപ്പ് നിയമം അട്ടിമറിക്കുന്ന ദിവസം ഈ പാരഡി പാടിയ അശ്ലീലത്തിന് കേരളം സാക്ഷ്യം വഹിച്ചതാണ്. ഇവരെല്ലാം വട്ടത്തിൽ നിന്നുകൊണ്ട് പാടിയതാണ്. ഡാൻസിൻ്റെ കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം എന്താ പാടാത്തത്? കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ പങ്ക് കൂടുതൽ വ്യക്തമായിട്ട് വരികയാണ്. ഇനി ആരിലേക്കെല്ലാം എത്തുമെന്ന നിലയിൽ ഉള്ള ആധിയാണ് കോൺഗ്രസിനെയും UDFനെയും ഒക്കെ നയിക്കുന്നത്. 2019 ഈ സ്വർണ്ണപ്പാളി മോഷണം നടന്നു എന്നിപ്പോൾ വ്യക്തമായിട്ടുള്ളത്. അന്നാണ് ഈ UDF കൺവീനർ പോറ്റിയുമായി, ഇതിലെ മുഖ്യപ്രതിയുമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പം 2014 മുതലുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് ഇപ്പോൾ വന്നു. അദ്ദേഹം തന്നെ സംബന്ധിച്ച് 2019 പോയത് എന്നത്. നോക്കൂ, സ്വർണം കട്ട പോറ്റിയും കട്ട മുതൽ വാങ്ങിയ ഗോവർദ്ധനും ഒരേ ഫ്രെയിമിൽ നിൽക്കുന്ന ഒറ്റ ചിത്രമേ ഉള്ളൂ. കട്ടയാൾ മാത്രമല്ല, കട്ട മുതൽ വാങ്ങിയയാളും. അത് ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷയുള്ള സ്ഥലത്താണ്, ബഹുമാന്യയായ സോണിയാഗാന്ധിയുടെ വസതിയിലാണ്. അവരുടെ കൂടെയുള്ളത് 2 കോൺഗ്രസ് MPമാരാണ്, CPIMൻ്റെ നേതാക്കളല്ല. അടൂർ പ്രകാശ് UDFൻ്റെ കൺവീനർ, പത്തനംതിട്ടയിലെ MP, 2 പേരാണ്.
എങ്ങനെ അവിടെ കയറി? ഇന്നേ വരെ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ആര് അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുത്തു? ഇതുപോലെ ഒരു പശ്ചാത്തലമുള്ളയാൾക്ക് സോണിയാഗാന്ധിയുടെ അതീവ സുരക്ഷ Z+ കാറ്റഗറി സുരക്ഷയുള്ള വീട്ടിലേക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുക്കാൻ മാത്രം എന്ത് ബന്ധമാണുള്ളത്? സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നു, അതിനു മാത്രമുള്ള എന്ത് ബന്ധവും അത്രമാത്രമുള്ള എന്ത് സ്വീകാര്യതയുമാണ് അവിടെയുള്ളത്? ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. ചില കാര്യങ്ങൾ കൂടി അപ്പോഴേക്കും വരുമല്ലോ. തീർച്ചയായും സ്വർണ്ണപ്പാളി എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും UDF-നെയും തിരിഞ്ഞു കുത്താൻ പോകുന്ന ബൂമറാങ്ങാണ്. ഞങ്ങളതിനെ കാത്തിരിക്കുന്നു. നിങ്ങൾ ചർച്ച ചെയ്യൂ, നമുക്ക് കാണാം. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ശ്രീ രാജേഷ് പ്രതികരിച്ചത്. ഒരുപക്ഷെ UDF-ഉം NDA-യും ഇത് ഉയർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് ഇതിൻ്റെ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൽ NDA-യുടെ സമീപനം അങ്ങ് കണക്കാക്കുന്നത് എങ്ങനെയായിരിക്കും? NDA സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ശബരിമല ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം കുറ്റവാളികൾ ആരൊക്കെ UDF-ലും LDF-ലും പെട്ടവരുണ്ട്, അത് അവർക്ക് ഉചിതമായ നടപടിയെടുത്ത് അവർ ശിക്ഷിക്കപ്പെടണം. അതിൻ്റെ പേരിൽ വീഴ്ച പറ്റിയവർ സമൂഹത്തോട് തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ ഈ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ ശ്രീകണ്ഠൻ നായരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമല ക്ഷേത്രത്തിൽ തീ വയ്ക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ പേരിൽ അതിൻ്റെ വിഗ്രഹം പോലും ഡാമേജ് വന്ന സാഹചര്യമുണ്ടായപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ആളല്ലേ പറഞ്ഞത്, ഒരു ശബരിമല തീ വെച്ചതോടെ വിഗ്രഹം ഇല്ലാതായതോടെ ഒരന്ധവിശ്വാസം ഇല്ലാതായിരിക്കുന്നതെന്ന്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഞാൻ പേര് പറയുന്നില്ല. അത് കഴിഞ്ഞ് AKGയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബഹുമാനിക്കുന്നയാളാണ്. ഞാൻ ബഹുമാനം കുറച്ച് കാണുന്നില്ല. അന്നൊരു ഗോപാലസേന ഉണ്ടായിരുന്നു. ആ ഗോപാലസേനയ്ക്ക് ട്രൗസറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കറുത്ത മുണ്ടെടുത്താരും അത് ശരിക്കും അത് പറഞ്ഞത് C. കേശവനാണ് കേട്ടോ, ഞാനത് ഓർമ്മപ്പെടുത്തുക. അല്ല, എനിക്കറിയാം, ഞാൻ പേര് പറയാതിരുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ പറയാൻ പേര് പിന്നെ പറയേണ്ട, ഞാൻ അവരൊക്കെ ബഹുമാനിക്കുന്നയാളാണ്. അപ്പം അത് കഴിഞ്ഞ ശേഷം ഞാൻ രാജേഷ് ഉള്ളത് കൊണ്ട് എൻ്റെ സുഹൃത്തു കൂടിയാണ്, ഞാൻ ചോദിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്, ശബരിമല സമരത്തിൻ്റെ നാൾവഴികൾ. അതിന് ചിദാനന്ദപുരി സ്വാമിയാണ് അതിന് അവതാരിക എഴുതിയിട്ടുള്ളത്. അടുത്ത് തന്നെ 2 ആഴ്ചക്കുള്ളത് പുറത്തു വരും. സത്യത്തോട് നിങ്ങൾക്ക് 2 കൂട്ടർക്കും, UDF-നായാലും LDF-നായാലും ബന്ധമുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ രാഷ്ട്രീയതലമല്ല പറയുന്നത്, മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്നുള്ള പ്രയോഗം ഈ 2 മുന്നണികൾക്കും ബാധകമാണ്. 1918 സെപ്റ്റംബർ 28 വിധി വന്നത്. അത് കഴിഞ്ഞ് ആ വിധി വന്ന ഉടനെ തന്നെ ഞങ്ങൾ നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ച്, ശബരിമലയിലേക്ക് കൊണ്ടുപോയത്, പോലീസ് യൂണിഫോം ഇട്ട് കൊണ്ടുപോയത് എല്ലാം ചരിത്രമാണ്. അത് വിശദീകരിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല. ഓരോ ദിവസത്തെയും അന്നത്തെ LDF-ൻ്റെ നടപടികൾ ഓരോ ദിവസത്തെയും ഞാൻ വ്യക്തമായിട്ട് ആരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ഇത്രമാത്രം വൈര്യനിര്യാന ബുദ്ധിയോട് കൂടിയിട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന, സീസണലായിട്ട് കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു ദേവാലയം അതായിരുന്നു ശബരിമല. ആ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ആക്ഷനുകൾ എടുത്തു തകർക്കാൻ വേണ്ടി, വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി, ഇത് ഉത്തരം കണ്ടെത്തേണ്ട ഒന്നായി ഞങ്ങൾ കാണുകയാണ്. രണ്ടാമതായിട്ട് ഞാൻ പറയാം, രമേശ് ചെന്നിത്തല എൻ്റെ ആത്മമിത്രമാണ്, അത് നല്ല സുഹൃത്താണ്. 2018 ഒക്ടോബർ 5 പത്തനംതിട്ടയിൽ അദ്ദേഹം ഉൾപ്പെടെ സമരം പ്രഖ്യാപിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ, പത്രങ്ങളുണ്ട്, ആരുടെ മുമ്പിൽ ഞാൻ തെളിയിക്കാം, ആ സമരത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറാൻ പറഞ്ഞ കാരണം എന്താ? അതിൽ വിശ്വാസമില്ല. അന്ന് മുതൽ കോൺഗ്രസിൻ്റെ ACC ആസ്ഥാനത്ത് നിങ്ങൾ വെബ് പരിശോധിച്ചാൽ സ്ത്രീകൾ കടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം വരെ അതിൽ നിന്ന് മാറി നിന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി, അതൊക്കെ പ്രചരണത്തിൻ്റെ വിചിത്രമായൊരു ലോകമായതുകൊണ്ടാവാം. അതിന് ശേഷമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ കടക്കാൻ വന്ന ഒരു സന്ദർഭത്തിൽ 18-ാം പടിയുടെ താഴെ അങ്ങോട്ട് അവർ കടക്കും പോലീസ് സംരക്ഷണത്തോടെ, നിയമവിരുദ്ധമാണ്.
പോലീസിൻ്റെ യൂണിഫോം മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നത് കടുത്ത ക്രിമിനൽ കുറ്റമാക്കിയ ഒരു നാട്ടിൽ അവരെ ആ ഡ്രസ്സ് ഇടിപ്പിച്ച് പോലീസിൻ്റെ യൂണിഫോം ഇട്ട് കൊണ്ടുപോയ അതിനപ്പുറം വഞ്ചന എന്താ ജനങ്ങളോട് ചെയ്യാനുള്ളത്? അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഈ രണ്ട് കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഈ നടക്കുന്ന കാര്യത്തിൽ ഇത് ഒരു നമ്മൾ കാണുന്ന സമയത്ത് ഈ ഒരു സംഭവം മാത്രമല്ല, ശബരിമല എന്നും കൊള്ളയടിക്കുന്നതിൽ ഈ രണ്ടുപേരും ഒരേപോലെ കുറ്റക്കാരാണ്. അതിൻ്റെ അടിവേരുകൾ തേടിയാൽ ഇന്ന് തന്നെ ഒരാൾ വിളിച്ചു, ഞാനത് പറയുന്നില്ല, കോൺഗ്രസിൻ്റെ ഒരു ഉന്നതനായ നേതാവ്, എനിക്കെല്ലാം ഡോക്യുമെൻറ്റ്സ് തരാം ഇതിനോടൊക്കെ ബന്ധപ്പെട്ട, അതിലൂടെ അഭിപ്രായ വ്യത്യാസമുള്ള ആളായിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, ഈ കപടമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇത് വരുന്ന അവസരത്തിൽ യഥാർത്ഥ വിശ്വാസികൾ ആ വിശ്വാസത്തിന് അനുസൃതമായി ശബരിമല ദേവസ്വം ഉൾപ്പെടെ സ്വതന്ത്രമാക്കി ജനങ്ങളെ വിശ്വാസികളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം ഇതിനെ അവർ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു, നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. അത് രാഷ്ട്രീയ നേട്ടമാക്കാനും രണ്ടു കൂട്ടർ ശ്രമിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കാര്യത്തിൽ സമർപ്പിതമായ സമീപനമുള്ളവർ, ആ സമർപ്പിത ജീവിതമുള്ളവർ, അതുകൊണ്ട് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്യൂ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് ഞാൻ ഒരിക്കൽ ഉന്നയിക്കുമെന്ന് ഞാൻ പ്രസിഡൻ്റായിരുന്ന സമയത്ത് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ ഇലക്ഷൻ കമ്മീഷൻ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ, അദ്ദേഹം പിന്നീട് കോൺഗ്രസിൻ്റെ രാജസ്ഥാനിലെ സ്ഥാനാർത്ഥിയായ ആളാണ്, അദ്ദേഹം കൊടുത്ത പരാതി ഞാനത് നേരിട്ട അതിലെനിക്ക് കുറ്റവിമുക്തനാകാൻ സാധിച്ച സന്ദർഭമൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഈ ചതിയും വഞ്ചനയുമാണ് രണ്ടു കൂട്ടർക്കും ശബരിമലയെ സംബന്ധിച്ചുള്ളത്. സുതാര്യമായ നിലപാട് BJP ഉയർത്തിപ്പിടിക്കും, ഇത് ഇഷ്യൂ ആയി കൊണ്ടുപോകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ അബ്ദുറഹ്മാൻ അണ്ടത്താണ്, ഞാൻ താങ്കളിലേക്ക് വേഗം മടങ്ങി വരാം. എനിക്കൊരു ചെറിയ ഇടവേള കൂടി എടുക്കാൻ സമയമാകുന്നു. ബ്രേക്കിലേക്ക് പോയി പെട്ടെന്ന് മടങ്ങി വരാം. ബ്രേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. സ്പെഷ്യൽ എൻകൗണ്ടർ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കളം നിറയുന്നു. അബ്ദുറഹ്മാൻ അണ്ടത്താണി, താങ്കളോടാണ് എൻ്റെ ചോദ്യം. ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരുപാടുണ്ട്. ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന ചില വിഷയങ്ങൾ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കത്തി ജ്വലിച്ചു എന്ന് വരാം. ഞാൻ ചോദിക്കുന്നത്, വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ പരിഗണിക്കൂ എന്ന രീതിയിലുള്ള പ്രചാരണം ഇപ്പോൾ തന്നെ UDF നടത്തുന്നു. എന്നാൽ അതേസമയം ഇത്തരം സ്ഥാനാർത്ഥികൾ എന്നുള്ളത് UDFന് കീറാമുട്ടിയാകുമോ? അല്ല, ഞാൻ ഒരൊറ്റ വിഷയത്തിൽ പറയട്ടെ. ഓക്കെ. ഇവിടെ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു BJPയും CPM ഒരു കാഴ്ചപ്പാടിലൂടെ, കോൺഗ്രസും ഒരു കാഴ്ചപ്പാടിലൂടെ പോകുന്നു എന്ന്, UDFും. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ CPMൻ്റെ സുപ്രധാനപ്പെട്ട 2 നേതാക്കന്മാർ ജയിലഴികൾക്കുള്ളിലാണ്. അതുമായി ബന്ധപ്പെട്ട ആളുകൾ വേറെയും. ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ കേസ് അന്വേഷണം നടക്കുന്നു, പ്രാഥമിക റിപ്പോർട്ട് നൽകുന്നു, ഇതൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിലും ആ കേസിനെ വഴിതിരിച്ചുവിടാനുള്ളൊരു നിഗൂഢമായ നീക്കം BJP അടക്കം നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് ശ്രീധരൻപിള്ളയുടെ ആ പ്രസ്താവനയോടുകൂടി സംശയിക്കപ്പെടുകയാണ്. എന്തിനാണ് ആ രീതിയിൽ പറയുന്നത്? ആ കേസിൻ്റെ അന്വേഷണം നേരായ വഴിക്ക് നടക്കട്ടെ, അതിലേക്ക് കൊണ്ടുവന്ന് പഴയ ചരിത്രം കൊണ്ടുവന്ന് ഇതൊക്കെ പഴയ കാലത്ത് തുടങ്ങിയതാണെന്ന രീതിയിലേക്കുള്ള ഒരു വ്യാഖ്യാനം ശരിയല്ല. എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ അടുത്ത കാലത്തായി പലതിലും അങ്ങനെ പ്രകടമായി കണ്ടിട്ടുണ്ട്. അടുത്ത കാലത്തൊക്കെ CPMും BJPയും തമ്മിലുള്ള ഒരുപാട് ഒത്തുകളികൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിന് പരിചിതമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോയി നേരിട്ട് ഇവരുടെ നേതാക്കന്മാരുമായി ചർച്ച നടത്തിയത്, മാധ്യമപ്രവർത്തകൻ ദിനേശ് നാരായണൻ പുറത്തുവിട്ടത്, അതുപോലെ തന്നെ ഒരുപാട് ചർച്ചകൾ നടന്ന് നമുക്കൊന്നും മറക്കാൻ കഴിയില്ലല്ലോ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വരാനിടയായ സാഹചര്യങ്ങൾ, ദത്താത്രേയ ഹൊസബളയുമായി നടത്തിയ ചർച്ചകൾ, അതിനുശേഷം നടന്ന ഒരുപാട് ഒട്ടേറെ സംഭവങ്ങൾ. ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് ഹിന്ദു ദിനപത്രത്തിൻ്റെ ലേഖകന് കൊടുത്ത അദ്ദേഹത്തിൻ്റെ അഭിമുഖം, ആ അഭിമുഖത്തിൽ മലപ്പുറത്ത് സ്വർണ്ണക്കൊള്ള നടക്കുകയാണ്, സ്വർണ്ണക്കടത്താണ്, അവിടെ വഴിവിട്ട് പണമൊഴുകുകയാണ്, അത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് ഈ ശബരിമല വിഷയം വന്നപ്പോഴും ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അതേ സമയത്ത് കൊണ്ടുവന്ന് ഇവിടെ മറ്റൊരാൾ കൂട്ടർക്കും ജീവിക്കാൻ കഴിയാത്തൊരിടമാണ് മലപ്പുറം എന്നുള്ള രീതിയിൽ പ്രസംഗിക്കുകയും ആ പ്രസംഗിച്ചയാളെ കൊണ്ടുപോയി തൻ്റെ കാറിൽ ശബരിമലയിലേക്ക് അയ്യപ്പ സംഗമത്തിന് കൊണ്ടുപോവുകയും അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തതിന് ശേഷം അദ്ദേഹം വീണ്ടും വന്ന ആ പ്രക്രിയ തുടരുകയൊക്കെ ചെയ്യുന്നത് ഏത് ബന്ധമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് വളരെ കൃത്യമാണ്. അത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്.
അത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ BJPയും CPMും തമ്മിലുള്ള ഈ ഒരു ഇന്നറായിട്ടുള്ള ഒരു അന്തർധാരയുണ്ടോ എന്ന് കേരളം സംശയിക്കുന്നിടത്തേക്ക് കേരളം മാറുകയാണ്. പുറത്ത് ഇതുപോലെയുള്ള ചർച്ചകളിലൊക്കെ അവരത് പറയും, പക്ഷെ അവിടേക്കാണ് കേരളം പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തെ വളരെ ഗൗരവപൂർവ്വം കാണുകയാണ്. ഞങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു ഏറ്റവും വലിയൊരു നേട്ടം ഞങ്ങൾ കാണുന്നത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി, നല്ല വിദ്യാസമ്പന്നരായ, നല്ല വിവരമുള്ള, നല്ല ചെറുപ്പക്കാരെയൊക്കെ സ്ഥാനാർത്ഥികളായി നിർത്തി. ആ സ്ഥാനാർത്ഥികളൊക്കെ മികച്ച വിജയമുണ്ടാക്കി. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആ വിജയം ഞങ്ങൾ വലിയ പ്രതീക്ഷയായി കാണുകയാണ്. ആ പ്രതീക്ഷയോടൊപ്പം തന്നെ ഞങ്ങൾ വരും കാലങ്ങളിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും ഞങ്ങൾ ആ വർദ്ധിതമായ ആവേശത്തിലാണ് പോകുന്നത്. ഞങ്ങൾ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമ്പോഴും അതുകൊണ്ടാണ് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞപ്പോൾ ആദരണീയനായ തങ്ങളും പറഞ്ഞു, സെമി ഫൈനൽ നന്നായി കളിച്ചു, ഇനി ഫൈനൽ കളിക്കണം, ആ കളിയിലേക്ക് ഞങ്ങൾ സജ്ജരാകുകയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൂർണ്ണമായി ആ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവരാണ്. ആ ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷം പോലും ഇല്ലാത്ത വിധത്ത് മലപ്പുറത്തും ജില്ലാ പഞ്ചായത്ത് വന്നപ്പോൾ തങ്ങൾ പറഞ്ഞത്, പ്രതിപക്ഷമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ആരും അങ്ങനെ വല്ലാതെ സന്തോഷിക്കേണ്ട. കാരണം പ്രതിപക്ഷമില്ലാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ അത്ര ഗുണകരമല്ല. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം പാർട്ടി ഏറ്റെടുക്കും. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ കാണുന്ന എന്തൊക്കെയാണോ ഭരണരംഗത്തുള്ള പാളിച്ചകൾ അത് പൂർണ്ണമായി ഞങ്ങൾ പരിശോധിക്കപ്പെടും. ആ പരിശോധനച്ചതിന് ശേഷം പാർട്ടി അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞത്. ഞാൻ പറയുന്നത് ഈ നിലയിൽ തന്നെയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതും സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ഞങ്ങളുടെ പരിശ്രമവും. നല്ല മിടുക്കന്മാരായ ജയസാധ്യതയുള്ള ആളുകളെ കണ്ടെത്തും. ഐക്യ ജനാധിപത്യ മുന്നണി അതിനുള്ള ചർച്ചകൾക്കൊക്കെ തുടക്കം കുറിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. കോൺഗ്രസിൻ്റെ വയനാട് കിടന്ന സമ്മേളനവും ഇന്ന് മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റിയുമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മികച്ച വിജയമുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായി ഐക്യ ജനാധിപത്യ ഇനി ഞാൻ മന്ത്രി MV രാജേഷിലേക്ക് പോകുന്നു. എനിക്കറിയാം താങ്കൾക്ക് ഒരു പരിപാടിയിൽ അത്യാവശ്യമായി പങ്കെടുക്കേണ്ടതുകൊണ്ട് നമ്മൾ ഈ ചർച്ചയും വളരെ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് ആഗതമാകുന്നു എന്ന സൂചന കേരളത്തിൽ വോട്ടർമാർക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയെന്ന് എനിക്കറിയില്ല. മാധ്യമങ്ങളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ഫീൽ ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഈ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. എന്നാൽ രണ്ടത്താണി ഉയർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ശ്രീ രാജേഷ് പെട്ടെന്നൊരു മറുപടി പറഞ്ഞാൽ. തീർച്ചയായിട്ടും. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു അന്തർധാരയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം ആ അന്തർധാരയുടെ കാര്യം പറഞ്ഞത് നല്ലതാണ്. കാരണം ശബരിമല കാലത്ത് കോൺഗ്രസിനോട് കൊടി മടക്കി BJPയുടെ പ്രതിഷേധ ജാഥയിൽ പങ്കെടുക്കാൻ ആഹ്വാനം ചെയ്തത് അന്നത്തെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് എന്ന കാര്യം എന്നെ ഓർമ്മിപ്പിക്കാൻ അതിടയാക്കി. കൊടി ഉപേക്ഷിച്ച് ആ പ്രകടനത്തിൽ പങ്കെടുക്കാൻ, എന്തായിരുന്നു, നാമജപ ഘോഷയാത്രയോ, അതിൽ പങ്കെടുക്കാൻ ആഹ്വാനം ചെയ്തത്. ശ്രീ ശ്രീധരൻപിള്ള ഇവിടെ പറഞ്ഞല്ലോ, അദ്ദേഹം അന്ന് എങ്ങനെയാണ് കണ്ടതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു വാക്ക് അദ്ദേഹം സംഭാവന ചെയ്ത് അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയാത്തൊരു വാക്കുണ്ട്. ഇതൊരു സുവർണാവസരമായിട്ട് ഉപയോഗിക്കണം എന്നതാണ്. അത്രയേ ഉള്ളൂ ഇവർക്കൊക്കെ എന്ന് കാണണം. ശബരിമലയോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ദൈവഭയമോ ദൈവഭക്തിയോ ഒന്നുമല്ല. എല്ലാം ഒരു സുവർണാവസരമാണ്. വോട്ടിന് അധികാരത്തിനുള്ള സുവർണാവസരം. അദ്ദേഹം ഉപയോഗിച്ച വാക്കാണല്ലോ, അദ്ദേഹത്തിൻ്റെ ഉദ്ധരണിയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് തള്ളി പറയാൻ പറ്റില്ല. അപ്പോൾ ആ സുവർണാവസരം ഉപയോഗിക്കുന്നതിൽ ഒരുമിച്ച് നിന്നവരാണ് കോൺഗ്രസും അതുപോലെ തന്നെ BJPയും. ആ ഘോഷയാത്രയ്ക്ക് ക്ഷീണിച്ചവർക്ക് നാരങ്ങ കലക്കി കൊടുത്തവരാണ്. BJPക്കാർക്ക് അവർ നടന്ന് ക്ഷീണിച്ചപ്പോൾ നാരങ്ങ വെള്ളം കലക്കി കൊടുത്തവരാണ് മുസ്ലിം ലീഗ് എന്നത് മറക്കണ്ട. അതൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചതിപ്പോൾ ശ്രീ രണ്ടത്താണിയാണ്. അപ്പോൾ ആവശ്യമുള്ള സമയത്തൊക്കെ നിങ്ങൾ നാരങ്ങ വെള്ളം കലക്കി കൊടുക്കാൻ തയ്യാറായിട്ട് നിന്നിട്ടുള്ളവരാണ്. ഇനിയും അത് ചെയ്യും എന്ന് ഞങ്ങൾക്കറിയാം. നിർണായകമായിട്ടുള്ള രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 2 MPമാരാണുള്ളത്. വോട്ട് ചെയ്യാതെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നു എന്ന് വിശദീകരിക്കാനുള്ള ധൈര്യം ലീഗിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അത് എത്രമാത്രം വലിയ ചർച്ചയായിരുന്നു എന്നറിയാം. ഇങ്ങനെയുള്ള ഓരോ നിർണായക സന്ദർഭത്തിലും BJPക്കൊപ്പം നിന്ന് മതനിരപേക്ഷതയെ ഒറ്റുകൊടുക്കാൻ ഒരു മനസാക്ഷിക്കുത്തും ഇല്ലാത്തവരാണ് ലീഗ്. കോൺഗ്രസിനേക്കാൾ ഒട്ടും മോശമല്ല അക്കാര്യത്തിൽ ലീഗ് എന്നതിനും നമ്മുടെ മുമ്പിൽ ചരിത്രത്തിൽ എത്രയോ ഉദാഹരണങ്ങളും അനുഭവങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഈ സ്വന്തം
ചരിത്രത്തെക്കുറിച്ച്, സ്വന്തം ഭൂതകാലത്തെക്കുറിച്ച് കൂടി ഓർക്കുന്നത് നല്ലതാണ് എന്ന് വിനീതമായി ഞാൻ ലീഗിനെയും അതുപോലെ തന്നെ ശ്രീ ശ്രീധരൻപിള്ളയെയും ഓർമ്മിപ്പിക്കുകയാണ്. വടകര ബേപ്പൂർ മോഡൽ സഖ്യം കേരളം മറന്നിട്ടില്ല. കോലീബി സഖ്യം എന്ന വാക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ നിഘണ്ടുവിലേക്ക് സംഭാവന ചെയ്യാൻ ഒരുമിച്ച് നിന്നവരാണ് ആര്? ലീഗും കോൺഗ്രസും BJPയും. അന്ന് ഡോക്ടർ മാധവൻകുട്ടിയെ രണ്ടത്താണിക്ക് നന്നായിട്ട് അറിയുമായിരിക്കല്ലോ. ശ്രീ രാജേഷ്, ഒരു കാര്യം കൂടി, ഒരു മൂന്നാം ഊഴം ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട്? അതിനെക്കുറിച്ച് കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. അതെ, തികഞ്ഞ ആത്മവിശ്വാസത്തിൽ കഴിഞ്ഞ 1980 ശേഷമുള്ള 46 വർഷത്തെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗവൺമെൻറ്റിന് തുടർഭരണം കിട്ടിയത് LDF ഗവൺമെൻറ്റിനാണ്. പിണറായി വിജയൻ നയിച്ച LDF ഗവൺമെൻറ്റിനാണ്. 46 വർഷത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആകെ എടുത്താൽ ആദ്യമായി ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടിയത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. എന്തുകൊണ്ടാണത് കിട്ടിയത്? ഈ സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനം, അത് സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനം വിലയിരുത്തിയിട്ടാണ്. നോക്കൂ, കഴിഞ്ഞ 10 കൊല്ലം എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള മഹാദുരന്തങ്ങളെ കേരളം നേരിട്ടൊരു കാലം കൂടിയാണ്. എന്നിട്ടാണ് ഈ കണ്ണഞ്ചിപ്പിക്കുന്ന പുരോഗതിയും വളർച്ചയും ഉണ്ടായത്. 2018 പ്രളയം, നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം. അത് കഴിഞ്ഞ് കേരളത്തെ തകർത്തെറിഞ്ഞ ആ പ്രളയത്തിൻ്റെ ഏറെക്കുറെ തനിയാവർത്തനം 2019. 2020 സമ്പദ്ഘടനയെ മുഴുവൻ കൊട്ടിയടച്ചിടാൻ നിർബന്ധിതമാക്കിയ കോവിഡ് മഹാമാരിയും ലോക്ക്ഡൗണും. അത് കഴിഞ്ഞു. ആ പ്രതിസന്ധികളെയെല്ലാം കേരളം അതിജീവിച്ചത് പിണറായി വിജയൻ നയിച്ച ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ്. 2021 ശേഷം, ഇത് ഞാൻ അവസാനിപ്പിക്കാം, 2021 ശേഷം കണ്ണിൽ ചോരയില്ലാതെ കേന്ദ്ര സർക്കാർ കേരളത്തെ വേട്ടയാടുകയും കേരളത്തിനുള്ള നികുതി വിഹിതം തുടർച്ചയായിട്ട് വെട്ടിക്കുറയ്ക്കുകയും ഗ്രാൻറ്റുകൾ വെട്ടിക്കുറയ്ക്കുകയും അതുപോലെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയും എല്ലാം ചെയ്ത് അങ്ങേയറ്റം വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചിട്ടും അതിൻ്റെ മുമ്പിൽ തലകുനിക്കാതെയും കാലിടറാതെയും കേരളം പിടിച്ചു നിന്നത് ഈ ഗവൺമെൻറ് ആയതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 100 വീട് പ്രഖ്യാപിച്ച് അതുപോലും ചെയ്യാൻ കഴിയാത്തവരുടെ കയ്യിലായിരുന്നു കേരളമെങ്കിൽ എന്താകുമായിരുന്നു ഈ കാലത്തെ സ്ഥിതി എന്ന് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഒരു 100 വീട് വെച്ചു കൊടുക്കാൻ കഴിയാത്ത ആളുകൾ, അവരുടെ കയ്യിൽ ഈ പ്രതിസന്ധികളുടെ കാലത്ത് കേരളത്തിൻ്റെ ഭരണമുണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? വാനരൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതിന് സമാനമാകുമായിരുന്നില്ലേ? അപ്പോൾ ഇത് ജനങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഞങ്ങളൊന്നും പറയുന്നത് അതിശയോക്തിപരമായ കാര്യമല്ല. ഇവിടെ നടന്ന കാര്യം, ചെയ്ത കാര്യം, ജനങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ മൂന്നാം ഊഴം LDFന് കിട്ടുമെന്നതിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിൽ ആ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ വിനീതരായി ജനങ്ങളെ സമീപിക്കുന്നത്. ഓക്കെ, ശ്രീ MP രാജേഷ്, എനിക്ക് ശ്രീ PS ശ്രീധരൻപിള്ളയിലേക്കാണ് പോകേണ്ടത്. അതിനിടയിൽ രണ്ടത്താണി ഒന്ന് കൈ കാണിക്കുന്നത് ഞാൻ കണ്ടു. ഒറ്റ വാചകത്തിൽ താങ്കൾ പറഞ്ഞാൽ എന്തായിരിക്കും ശ്രീ രണ്ടത്താണി? ഒരൊറ്റ കാര്യം, കാരണം അദ്ദേഹം ഈ ലോക്സഭയിലെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങ് ഒരു കാര്യം കൂടി ഓർക്കണം, വഖഫിലൊക്കെ കേരളത്തിന് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വന്നപ്പോൾ 2 അംഗങ്ങളാണ് എന്നെ എതിർത്തത് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ വാചകങ്ങളൊക്കെ ഇവിടെ കിടക്കുകയാണ്. അങ്ങ് ഇവിടെ മുസ്ലിം ലീഗ് ഇന്ത്യ രാജ്യത്തിൻ്റെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടും വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടൊക്കെ ലീഗൊക്കെ ഇന്ത്യൻ പാർലമെൻറ്റിൽ അതത് ഘട്ടങ്ങളിൽ നടത്തിയ പോരാട്ടത്തെ അങ്ങ് ചെറുതായി കാണരുത് എന്ന് അങ്ങയോട് പറയുകയാണ്. പിന്നെ അങ്ങ് പറഞ്ഞു വയനാട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാന കർമ്മം ഫെബ്രുവരി 28 ഞങ്ങൾ നടത്തുകയാണ്. ഞങ്ങളുടെ വീടുകൾ അങ്ങൊന്ന് പോയി കാണണം. അതിമനോഹരമായി സർക്കാർ നിർമ്മിക്കുന്നതിനേക്കാൾ മനോഹരമായ രീതിയിൽ ആ വീടുകൾ നിർമ്മിച്ച് ഞങ്ങൾ അവിടെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ദൗത്യമൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അങ്ങ് പറയുന്നത് കേട്ടാൽ CPMൻ്റെ ഫണ്ട് കൊണ്ടാണ് വയനാട്ടിൽ ഈ വീട് നിർമ്മിക്കുന്നത് എന്നങ്ങ് കരുതും. ഈ നാടിൻ്റെ പൊതു സ്വത്താണ്. ആ പൊതുസമ്പത്തി എത്ര കോടി വയനാട് പുനരധിവാസ പ്രക്രിയയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് വന്നു, അതിൽ നിങ്ങൾ എത്ര ചെലവഴിച്ചു എന്ന് കൂടി പറയണം. ആ തുക അവിടെ കിടക്കുമ്പോൾ കൊടുത്താൽ പോലും ബാക്കിയാകും പണം. അതാരും മറക്കണ്ട. 1 കോടി രൂപ ഒരു കുടുംബത്തിന് കൊടുക്കാം, എന്നാൽ പോലും ബാക്കിയാവും. കാര്യങ്ങളാണ് പറയുന്നത്. രാജേഷ് പറയൂ, ഒരു വാചകം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ശ്രീ രണ്ടത്താണി പറയുകയാണ്, അതിലേക്ക് സംഭാവന ചെയ്യരുത് എന്ന് നാട് മുഴുവൻ പ്രചരിപ്പിക്കുക, പ്രസ്താവന ഇറക്കുക, സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തവരാണ് ലീഗ് ഉൾപ്പെടെയുള്ള യൂണിയൻ നേതാക്കൾ എന്ന കാര്യം ഓർമ്മിപ്പിക്കുക. ഞാൻ നിങ്ങളേക്ക് ആ വിഷയത്തിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല, സമയപരിമിതി കൊണ്ട് നമ്മളതിലേക്ക് പോകുന്നില്ല. ശ്രീ PS ശ്രീധരൻപിള്ള,
ഞാൻ UDF ചോദിച്ചത് ആ എപ്പോഴും ഫണ്ടിലേക്ക് പറയുന്ന കിട്ടിയ ഒരു തുക കാര്യം നിങ്ങൾ എത്ര കേരളത്തിൽ വിനിയോഗിച്ചതാണ്? CPM-ഉം BJP-യും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾ പരസ്പരം പോരടിക്കുമ്പോഴും ഈ അന്തർധാരയെക്കുറിച്ച് UDF ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു അന്തർധാരയുണ്ടോ? ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കളവ് പ്രചരിപ്പിക്കാൻ ഈ രണ്ട് കൂട്ടർക്കും വിരുദ്ധമുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയാം. ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാൻ ഉള്ള ശ്രമമുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇത് മുസ്ലിം ലീഗ് അടിസ്ഥാനപരമായിട്ട് സ്വീകരിച്ച ഒന്നിൻ്റെ ഭാഗമാണെന്ന് ഞാൻ കരുതുകയാണ്. രണ്ടാമത്തോട് ഞാൻ ഇപ്പം മറുപടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ ചരിത്രം, മുസ്ലിം ലീഗ് ദശാസന്ധികളിലൂടെ ഒരു പുസ്തകം ചന്ദ്രിക പബ്ലിഷ് ചെയ്തിട്ടില്ലേ? രണ്ടാമത്താണ് ഇപ്പോൾ വായിച്ചിട്ടുണ്ടോ? അതിൽ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എന്താ? ഢാക്കയിലെ സൂര്യോദയം. 1906 മുസ്ലിം ലീഗ് രൂപീകരിച്ചത്, രാജ്യത്തെ രണ്ടായി വെട്ടിമുറിച്ചത് ശരിയെന്നാണ് അതിൽ ഒന്നാമത്തെ അധ്യായം. മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഭാരതാംബയെന്ന് എല്ലാവരും വിളിക്കുന്നു, ബ്രിട്ടീഷുകാരെ കരം പിടിക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്ത ഒന്നിനെ ഭാരതാംബയെന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിലക്കുള്ള ഒരു സമീപനം നിങ്ങളുടെ അന്തർലീനമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വെള്ളാപ്പള്ളിയെ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായി പറഞ്ഞു, അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാം. അതുപോലെ എനിക്ക് ചരിത്രം ഭൂതകാലം നോക്കണമെന്ന് പറഞ്ഞ എൻ്റെ CPM ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് ഉറപ്പായപ്പം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നു, തെളിവെടുത്തു. ആ തെളിവെടുത്തപ്പോൾ ഇന്ത്യ ഒന്നായി നിൽക്കണമെന്ന് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ മെമ്മോറാണ്ടത്തിൽ ആവശ്യപ്പെട്ടു. മറ്റൊരാൾ രണ്ടായി പാകിസ്ഥാനായി വിഭജിക്കണം. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്ത മെമ്മോറാണ്ടം എന്താ? ഇന്ത്യ 16 പരമാധികാര റിപ്പബ്ലിക്കുകളായി മാറ്റണം, അതിന് ഹിതപരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടവരാണ്. അപ്പോൾ ഇന്ത്യ ഏകമായി നിൽക്കാൻ നിങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല ഈ രണ്ടു കൂട്ടരും. അതാണ് അവരോടുള്ള അടിസ്ഥാനപരമായ ഞങ്ങളുടെ എതിർപ്പ്. ഈ നിലയ്ക്ക് വരുന്ന അവസരത്തിൽ ഇന്നിവിടെ നടന്ന ചർച്ചയിൽ അദ്ദേഹത്തെ മോശക്കാരനാക്കി കാണിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായി ശരിയാണോ എന്നുള്ളത് അത് ചിന്തിച്ച് മറുപടി പറയാൻ വി വിൽ ഹാവ് ടു എഡ്യൂക്കേറ്റ് ദ മാസ്. ജനങ്ങളെ പഠിപ്പിക്കേണ്ട അധ്യാപകരാണ് രാഷ്ട്രീയക്കാർ. നെഹ്റുജി 52 പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയധാരയിൽ നിന്ന് എപ്പോഴും മാറി നിൽക്കുന്നു. 77 അതിൻ്റെ ഉദാഹരണമാണ്. പിന്നെ തിരുത്തിയില്ലേ? അതുപോലെ തന്നെ ശബരിമല കഴിഞ്ഞപ്പം ഒരൊറ്റ സീറ്റെങ്കിലും ഇടതുപക്ഷത്തിന് ആ ആലപ്പുഴ മാത്രം കിട്ടി. 2004 നിങ്ങൾ ആരും പ്രതീക്ഷിക്കാതെ, ഒരു പത്രക്കാരും പ്രവചിക്കാതെ ലക്ഷദ്വീപിലും അതുപോലെ തന്നെ മൂവാറ്റുപുഴയിലും വാജ്പേയിയുടെ കരങ്ങൾക്ക് ശക്തി നൽകാൻ വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങളാണ്. തൃശ്ശൂരിലും അത് തന്നെ സംഭവിച്ചു. ഒരു പ്രമുഖ ചാനൽ പറഞ്ഞ 3-ാം സ്ഥാനത്ത് സുരേഷ് ഗോപിയും BJP എന്നാണ് പറഞ്ഞത്. മാറ്റമുണ്ടാവും. ആ മാറ്റത്തിൻ്റെ സൂചനയാണ് തിരുവനന്തപുരവും അതുപോലെ 6 സീറ്റുണ്ടായിരുന്ന ഇവിടെ 13 സീറ്റ് ഈ കോഴിക്കോട് കിട്ടിയതും കൊല്ലത്ത് കിട്ടിയതും. അതുകൊണ്ട് ചുവരെഴുത്തുകൾ കൃത്യമായി വായിക്കുക. ദേശീയ ധാരയോടൊപ്പം നരേന്ദ്രമോദിയോടൊപ്പം ചേരാൻ കേരളം തയ്യാറായിരിക്കുന്നു. മുമ്പെങ്ങുമില്ലാത്ത സംഘടനാപരമായ ആവേശവും പ്രവർത്തനവും കർമ്മനിരതമായ അണികളുമെല്ലാം എന്നെ 50 കൊല്ലം BJP പ്രവർത്തിച്ച ഈ ആശയത്തിൽ പ്രവർത്തിച്ച എനിക്ക് ഏറ്റവും ആവേശം കിട്ടുന്ന നിമിഷങ്ങളായി ഞാൻ ഈ കാലഘട്ടത്തെ കാണുകയാണ്. ഈ ചർച്ച അവസാനിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു മുഖമായിരിക്കുമോ P. ശ്രീധരൻപിള്ള? അല്ല, ഞാൻ എപ്പോഴും മുഖമാണല്ലോ. ഏത് സമയത്ത് വന്നിട്ടുള്ളപ്പോഴും ഞാൻ ഇതെല്ലാം പറയാം. മത്സരിക്കുമോ എന്ന് ഞാൻ ബ്ലണ്ടായിട്ടൊക്കെ ചോദിക്കാം. മത്സരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, മത്സരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഇപ്പോൾ ഗവർണർ സ്ഥാനം കഴിഞ്ഞു വന്നു. എൻ്റെ മുമ്പിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതിലേത് ഓപ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ല. കുറഞ്ഞ 1-2 ആഴ്ചക്കുള്ളിൽ ഞാനത് തീരുമാനിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ആ സാധ്യത അങ്ങ് തള്ളുന്നില്ല എന്നാണ്. അല്ല, അതങ്ങനെ അത് ഈ പത്രശൈലിയിൽ എൻ്റെ ആത്മമിത്രമായ താങ്കൾക്ക് ചോദിക്കാം. ഞാൻ ഒരിക്കലും ഇന്ന് വരെ അധികാരം എൻ്റെ പാർട്ടിയിൽ നിന്ന്, എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിക്കുകയുമില്ല. ഓക്കെ, തീർച്ചയായിട്ടും. നമ്മുടെ ശ്രീ രണ്ടതാണ് എന്തോ കൈ കാണിച്ചു. താങ്കളെ ഒറ്റ വാചകത്തിൽ എതിർക്കാം. ഇനി സമയം ഒരുപാട് അവസാനിക്കുന്നു എന്ന് എനിക്ക് ഓൾറെഡി നിർദ്ദേശം നിർത്താൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ് ഇവിടെ ഇരിക്കുന്നത്. 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ അല്ല,
1948 മാർച്ച് മാസം 10-ാം തീയതി രാജാജി ഹാളിൽ പിറവിയെടുത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. എന്താ സാറേ, അതിന്റെ സാറേ, നേതാക്കന്മാർ ഖായിദെ മില്ലത്ത് മുഹമ്മദ് അല്ലല്ല, ഇസ്മായിൽ മുസ്ലിം സാഹിബും ലീഗ് ഇപ്പൊ ഇറക്കിയ അതുപോലെ തന്നെ പുസ്തകമാ. പോക്കർ സാഹിബും ഒക്കെ ഇന്ത്യൻ ലീഗ് ഭരണഘടനയുടെ ചന്ദ്രിക താഴെ ഒപ്പുവെച്ചവരാണ്. കണ്ടശ ഇന്ത്യൻ പ്രസിദ്ധീകരിച്ച ഭരണഘടനയുടെ പുസ്തകമാ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായി ഭരണഘടനയ്ക്ക് താഴെ ഒപ്പുവെച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളായാണ് ഞങ്ങൾ നിൽക്കുന്നത്. 47 മുതൽ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിലും നിയമസഭയിലുമൊക്കെ പങ്കാളിത്തമുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്കെതിരിൽ ശ്രീധരൻ പിള്ളയെ പോലെയുള്ള ഒരാൾ അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് തെറ്റാണ്. അങ്ങനെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ശ്രീ രണ്ടതാണി അദ്ദേഹത്തിന്റെ ഒറ്റ വാചകത്തിൽ മറുപടി. ശ്രീ പി ശ്രീധരൻപിള്ള. അല്ല, ഈ പുസ്തകം YMCA റോഡിലുള്ള ചന്ദ്രികയുടെ ഔദ്യോഗിക പുസ്തകമാണ്. പുസ്തകത്തെ കുറിച്ചല്ല പറഞ്ഞത്, പാർട്ടിയെ കുറിച്ച് അങ്ങ് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പുസ്തകത്തെ കുറിച്ചല്ല പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്തവരെ കുറിച്ച് ഞങ്ങൾക്ക് പറയേണ്ടി വരില്ലേ? ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്തത് ആരാണെന്ന് ഈ രാജ്യത്തിന്റെ ചരിത്രം മുഴുവൻ പറയുന്നുണ്ടല്ലോ ശ്രീധരൻപിള്ള. ആരെ കുറിച്ചാണ് പറയുന്നത്? ആരാണത് പറയുന്നത്? ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് ആരാണ് വെടിയുതിർത്തത് എന്നാണ് ഇന്ത്യയുടെ ചരിത്രം പറയുന്നത്. അതുകൂടി വ്യക്തമാക്കുക. നമ്മളിനി സമയപരിമിതി കൊണ്ട് ചരിത്രത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ശ്രീ പി ശ്രീധരൻപിള്ള, ശ്രീ അങ്ങ് വായിക്കണം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ നെഞ്ചിലേക്ക് വെടിയുതിർത്തത് ആരാണെന്ന് വായിക്കണം. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പോകാൻ സമയമില്ല, പരിമിതിയുണ്ട്. വേറെ അവസരത്തിൽ നമുക്കത് ചർച്ച ചെയ്യാം. അതിനെക്കുറിച്ച് പ്രശ്നമില്ല. എന്തായാലും മന്ത്രി MB രാജേഷിനും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ചില മറുപടികൾ പറയാനുണ്ടാകും. പക്ഷേ അദ്ദേഹം അത്യാവശ്യമായി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം പോയി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ചർച്ചയിൽ ഒരുപക്ഷെ നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം കേരളത്തിൽ മുഴങ്ങിക്കേട്ട് തുടങ്ങി. ഇനി കൂടുതൽ വിഷയങ്ങളും ആരോപണങ്ങളും ആരോപണങ്ങളും ഒക്കെ വരും നാളുകൾ പ്രതീക്ഷിക്കാം. എന്ന് കൂടുതൽ ചർച്ച ചെയ്യാം. ഈ ചർച്ചയിൽ സ്പെഷ്യൽ എൻകൗണ്ടറിൽ പങ്കെടുത്ത ശ്രീ MB രാജേഷ്, ശ്രീ P ശ്രീധരൻപിള്ള, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, മൂവർക്കും എൻ്റെ നന്ദി. മറ്റൊരു വിഷയവുമായി സ്പെഷ്യൽ എൻകൗണ്ടർ ഇനി മറ്റൊരു ദിവസം. എല്ലാവർക്കും നന്ദി. നമുക്കിനിയും കാണാം. ഗുഡ് ബൈ.